വിശദമായ വാർത്തകളിലേക്ക്. എലത്തൂർ ട്രെയിൻ തീവയ്പ് കേസ് പ്രതി ഷാറൂഖ് സേഫിക്കെതിരെ കൊലക്കുറ്റം ചുമത്തി. റെയിൽവേ പോലീസ് സമർപ്പിച്ച എഫ്ഐആറിലാണ് IPC 302 വകുപ്പ് ചേർത്തത്. ഷാറൂഖ് സേഫിയെ റിമാൻഡ് ചെയ്തു. ഷാറൂഖ് സേഫിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് മെഡിക്കൽ ബോർഡ് വിലയിരുത്തി. പ്രതിയെ അല്പസമയത്തിനകം മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്ത് കൊണ്ടുവരും. മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് കൊണ്ടുപോകാനാണ് സാധ്യത. അതേസമയം ഷാറൂഖിനായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകില്ല. അനുമോദും അശ്വിനും ചേരുകയാണ് വിവരങ്ങളുമായി. ആദ്യം അനുമോദിലേക്ക്. അനുമോദ്, ഇതിപ്പോൾ എഫ്ഐആർ എടുത്തിരിക്കുകയാണ് ഷാറൂഖ് സേഫിക്കെതിരെ. അതിൽ കുലക്കുറ്റം ചുമത്തിയിട്ടുണ്ട്. മറ്റെന്തൊക്കെ വകുപ്പുകളാണ് ഷാറൂഖിനെതിരെ ചുമത്തിയിട്ടുള്ളത്? അതോടൊപ്പം തന്നെ ഇപ്പോൾ ആരോഗ്യനില തൃപ്തികരമായ സാഹചര്യത്തിൽ ഷാറൂഖിനെ മജിസ്ട്രേറ്റ് കോടതിയിൽ നേരിട്ട് ഹാജരാക്കാനുള്ള ഒരു നടപടിയിലേക്കായിരിക്കും കടക്കുക, അല്ലേ? ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഷാറൂഖ് സേഫി അല്പസമയത്തിനകം തന്നെ മെഡിക്കൽ കോളേജിൽ ഡിസ്ചാർജ് ചെയ്യുമെന്നുള്ളതാണ്. IG അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, ജയിൽ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷെ കോടതിയിൽ ഹാജരാക്കി ഷാറൂഖ് സേഫിയെ ഇന്ന് തന്നെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് ശ്രമിക്കുന്നു എന്ന് വേണം കരുതാൻ. ഇപ്പോൾ ജയിൽ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ എത്തുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, നേരത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള ഒരു പ്രതിയെ സാധാരണ ജയിലിലേക്ക് അയക്കുകയാണ് പതിവ്. പിന്നീട് ജയിലിൽ നിന്ന് കോടതിയിൽ ഹാജരാക്കണമെങ്കിൽ ജയിൽ വകുപ്പിന്റെ അനുമതിയും മറ്റ് നടപടിക്രമങ്ങളുമുണ്ട്. ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക എന്ന ആവശ്യത്തിനായിരിക്കും ജയിൽ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുള്ളതുകൊണ്ട് നമുക്ക് കരുതാൻ. എന്താണെങ്കിലും IG അടക്കമുള്ളവർ എത്തി ഏകദേശം ഇപ്പോൾ അരമണിക്കൂറിലധികം സമയമായിരിക്കുന്നു. നമുക്കറിയാം, ഈ ജയിലിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതകൾ വളരെ വിരളമാണ് ഈ ഘട്ടത്തിൽ എന്ന് നമുക്ക് പറയേണ്ടി വരും. കോടതിയിലേക്ക് നേരിട്ട് ഹാജരാക്കാൻ തന്നെയാണ് ഉദ്ദേശമുണ്ടായിരിക്കുക. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ, തെളിവെടുപ്പുകളൊക്കെ തന്നെ തുടങ്ങണമെങ്കിൽ കസ്റ്റഡിയിൽ വാങ്ങേണ്ടതുണ്ട്. ഇന്ന് രാവിലെ മജിസ്ട്രേറ്റ് നേരിട്ടെത്തി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് പോലീസിന് ലഭിക്കണമെങ്കിൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങണം. അപ്പോൾ അതിനുവേണ്ട നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ഇവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നിൽക്കുന്നത് മെഡിക്കൽ കോളേജിലെ പ്രധാന കവാടത്തിലാണ്. ഈ വഴിയിലൂടെ തന്നെ ഷാറൂഖ് സേഫിയെ കൊണ്ടുവരുമോ എന്ന് നമുക്ക് പറയാനാകില്ല. കാരണം 6 വഴികൾ, ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്തിറങ്ങാൻ 6 വഴികളുണ്ട്. അപ്പോൾ ഏറ്റവും തിരക്ക് കുറഞ്ഞ വഴിയിലൂടെ ആകാം ഒരുപക്ഷെ കൊണ്ടുപോകുന്നത്. എങ്കിലും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഈ മേഖലയിലൂടെ, ഈ വഴിയിലൂടെയാണ് കടന്നു പോയിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിലെ വരും എന്നൊരു കണക്കൂട്ടലിലാണ് നമ്മളിവിടെ കാത്തു നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ ഷാറൂഖ് സേഫിക്കെതിരെ കൊലക്കുറ്റം അടക്കമുള്ള വകുപ്പുകൾ ഇതിനോടകം ചുമത്തിയിട്ടുണ്ട്. 3 പേരുടെ മരണത്തിന് കാരണമാക്കിയത് ഇയാളുടെ ഈ ഒരു പ്രവൃത്തിയാണ് എന്ന റെയിൽവേ പോലീസിന്റെ എഫ്ഐആറിൽ പരാമർശിക്കുന്നു. അതായത് കഠിനമായ വകുപ്പുകൾ ചുമത്തി ഈ ഷാറൂഖ് സേഫിക്കെതിരെയുള്ള നിയമ നടപടികൾ കൂടുതൽ ശക്തമാക്കുകയാണ് പോലീസ് ചെയ്യുന്നത്. അപ്പോഴും UAPA ചുമത്തിയിട്ടില്ല. ഒരുപക്ഷെ UAPA ചുമത്തിയാൽ NIA നേരിട്ട് കേസിൽ ഇടപെടാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാകാം പോലീസ് ഉദ്യോഗസ്ഥർ UAPA ചുമത്തുന്നതിൽ അല്പം മടിച്ചു നിൽക്കുന്നത് എന്ന് വേണം കരുതാൻ. എന്നാണെങ്കിലും ഇപ്പോഴത്തെ നമുക്ക് പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, ഷാറൂഖ് സേഫിയെ അല്പസമയത്തിനകം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് പുറത്തിറക്കും. അയാളെ കോടതിയിൽ ഹാജരാക്കാനാണ് സാധ്യത. ഒരുപക്ഷെ പോലീസ് ഇന്ന് തന്നെ ഷാറൂഖ് സേഫിയെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നടപടികൾ പുരോഗമിക്കാനുള്ള കാര്യങ്ങളും മുന്നോട്ട് നീക്കുമെന്ന് വേണം കരുതാൻ. കാരണം ഈ മാസം 20 വരെയാണ് ഷാറൂഖിന്റെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും പോലീസിന് നടപടിക്രമങ്ങൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. അല്പസമയത്തിനകം തന്നെ പ്രതിയെ അനുമോദ, അപ്പോൾ കസ്റ്റഡിയിൽ ഇന്ന് തന്നെ പോലീസ് ഷാറൂഖ് സേഫിയെ വാങ്ങിയെടുക്കാനും അതോടൊപ്പം അതിനുശേഷം പിന്നീടുള്ള നടപടികളുമായി മുന്നോട്ട് പോകാനും, തെളിവെടുപ്പ് അടക്കമുള്ള നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യത തന്നെയാണ് മുന്നിലുള്ളത്, അല്ലേ അനുമോദ്? തീർച്ചയായും ഇപ്പോഴത്തെ പോലീസിന്റെ സംഭവവികാസങ്ങൾ, നടപടികൾ കാണുമ്പോൾ അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം പോലീസ് ഇക്കാര്യത്തിൽ വളരെ വേഗത്തിൽ രഹസ്യമായിട്ടാണ് പല നടപടികളും, പോലീസിന്റേതായ നടപടികൾ വളരെ രഹസ്യമായിട്ട് തന്നെയാണ് മുന്നോട്ട് നീക്കുന്നത്. നമ്മൾ ഈ പ്രതിയെ ആശുപത്രിയിൽ കൊണ്ടുവരുന്ന സമയം മുതൽ അത്തരത്തിലുള്ള പോലീസിന്റെ നടപടികൾ കാണുന്നുണ്ട്. സാധാരണഗതിയിൽ പോലീസ് ചെയ്യാത്ത ഒരു മുൻകരുതൽ, ഒരു പ്രിക്കോഷൻ ഈ കാര്യത്തിൽ പോലീസ് എടുക്കുന്നുണ്ട്. പഴുതടച്ചിട്ടുള്ളൊരു അന്വേഷണം, അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള
അവരുടെ പ്ലാനുകൾ വളരെ കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു ശ്രമം മാധ്യമങ്ങളെ അറിയിക്കാതെ, മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതിയെ പ്രദർശിപ്പിക്കാതെ അത്തരത്തിൽ മാധ്യമങ്ങൾ കൃത്യമായ അകലം പാലിച്ചുകൊണ്ടുള്ള നടപടികളാണ് പോലീസ് ഈ കേസിന്റെ ഈ തുടക്കം മുതൽ ഇന്നലെ മുതൽ നമ്മൾ കാണുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഈ കേസിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യൽ, അതിനുശേഷമുള്ള തെളിവെടുപ്പുകൾ, ഈ രണ്ട് കാര്യമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഈ പ്രതിയെ പ്രാഥമികമായിട്ട് മാത്രമാണ് ഇപ്പോൾ ചോദ്യം ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അതിനടക്കം തന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരികയും മണിക്കൂറുകൾ നീളുന്ന പരിശോധനകൾ പൂർത്തിയാക്കുകയും ചെയ്തു. അപ്പോഴൊന്നും പ്രതിയെ കൃത്യമായിട്ട് പോലീസിന് അവരുടെ രീതിയിൽ ചോദ്യം ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇനി കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം മാത്രമായിരിക്കും ഈ ശാസ്ത്രീയ തെളിവുകളുടെ കൂടി സാന്നിധ്യത്തിൽ, പരിശോധനാ ഫലങ്ങളുടെ സാന്നിധ്യത്തിൽ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുള്ളത്. അതിനുവേണ്ട നടപടികളാണ് പോലീസ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒപ്പം തന്നെ തെളിവെടുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കണ്ണൂരിലാണ് ഇപ്പോൾ ആക്രമിക്കപ്പെട്ട അല്ലെങ്കിൽ തീ വെച്ച് നശിപ്പിക്കപ്പെട്ട 2 ബോഗികളുള്ളത്. അതേപോലെ ഈ കൃത്യം നടത്തിയ ഇലത്തൂർ മേഖല, അതുപോലെ ഈ പെട്രോൾ വാങ്ങിയത് എവിടെ നിന്നാണ് കണ്ടെത്തിയ അവിടെ പോയിട്ടുള്ള തെളിവെടുപ്പ്. അതിനൊപ്പം തന്നെ ഈ പ്രതിയെ യാത്രക്കാരായിട്ടുള്ള, ഈ കേസിൽ ദൃക്സാക്ഷികളായിട്ടുള്ള, ഇതിൽ ഇരകളായവർ തിരിച്ചറിയേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരം ഒരുപാട് പ്രൊസീജിയേഴ്സ് ഈ കാര്യത്തിൽ പോലീസിന് മുന്നോട്ട് നീക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ കസ്റ്റഡിയിൽ വാങ്ങി ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പോലീസ് ശ്രമിക്കുക. പക്ഷേ ഇതൊരു സാധാരണ കേസ് പോലെ കാണേണ്ടതില്ല എന്ന് തന്നെ വേണം കരുതാൻ. സാധാരണ കേസാണെങ്കിൽ ഓപ്പൺ കോടതിയിൽ നിന്ന് വേണം ഈ പോലീസിനെ ഒരുപക്ഷെ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ. ഇതൊരു സ്പെഷ്യൽ കേസായതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റ് ഇവിടെ എത്തി പ്രതിയുടെ മൊഴി രേഖപ്പെടുത്തി കസ്റ്റഡി രേഖപ്പെടുത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ ഒരു രഹസ്യ സ്വഭാവം അല്ലെങ്കിൽ മറ്റു കേസുകളിൽ നിന്ന് വിഭിന്നമായിട്ട് ഒരു പ്രത്യേക പരിഗണന ഈ കേസിനെ പോലീസ് നൽകുന്നുണ്ട്. രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു കേസായതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്ത് നടപടികൾ അത്രമാത്രം കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ളൊരു സാധ്യത തന്നെയാണ് നമുക്ക് മുന്നിൽ കാണുന്നത്. പോലീസിന്റെ ഈ മുന്നൊരുക്കങ്ങളും നടപടികളുമൊക്കെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ വേണം ഈ ഘട്ടത്തിൽ കരുതാൻ. തീർച്ചയായും അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. ഒപ്പം അശ്വിൻ വല്ലത്തുകൂടി നമുക്കൊപ്പം ചേരുകയാണ്. അശ്വിന, ഈ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് വീണ്ടും കസ്റ്റഡിയിലേക്ക് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ, കസ്റ്റഡി അപേക്ഷ നൽകി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ചോദ്യം ചെയ്യൽ, തെളിവെടുപ്പ് അടക്കമുള്ള നടപടികളിലേക്കായിരിക്കും കടക്കുക. പക്ഷേ റിമാൻഡ് ചെയ്ത പ്രതിയാണ്, ജില്ലാ ജയിലിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സാധ്യത കൂടി മുന്നിൽ കാണുന്നുണ്ട് അല്ലെ? അവിടെ എത്രത്തോളം അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കമായിട്ടുണ്ട്? ആ ഒരു സൂചന എത്രത്തോളം ശക്തമായി നമുക്ക് മുന്നിലുണ്ട്? ആര്യ, ഇതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരുന്നതാണ്. അതായത് ഇന്ന് രാവിലെയാണ് മജിസ്ട്രേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി ഇയാളെ റിമാൻഡ് ചെയ്യുന്നത്. 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്യുന്നത്. പിന്നീട് ജില്ലാ ജയിലിലേക്ക് ഇയാളുടെ വാറന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്തിച്ചു. ഇയാളെ ജില്ലാ ജയിലിലേക്ക് കൊണ്ടുവരും എന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായൊരു നീക്കം ഈ പോലീസിന്റെ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇയാളെ ഇന്ന് തന്നെ കസ്റ്റഡിയിൽ വാങ്ങാൻ വേണ്ടിയാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇന്ന് കോടതി അവധിയാണ്. സാധാരണഗതിയിൽ ഓപ്പൺ കോർട്ടിലാണ് ഈ കസ്റ്റഡി അപേക്ഷ നൽകാറുള്ളത്. അങ്ങനെയാണ് പതിവ്. പക്ഷേ ഇത് അസാധാരണമായ കേസായതുകൊണ്ട് തന്നെ ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ നേരിട്ട് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുകയാണ് അന്വേഷണ സംഘം. അങ്ങനെയെങ്കിൽ ഇയാളെ ഇന്ന് തന്നെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് സാധ്യത. അതുകൊണ്ടാണ് ജയിൽ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി ഇയാളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ട ഇയാളെ വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വിടുന്നതിന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ജയിൽ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിലെത്തിയത്. അങ്ങനെയെങ്കിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഇയാളെ ഹാജരാക്കിയതിനു ശേഷം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിക്കാനായിരിക്കും ശ്രമം. ഇത് ഇയാൾ ചോദ്യം ചെയ്യുന്നതിലൂടെ അല്ലാതെ കേസ് ഇനി മുന്നോട്ടേക്ക് പോകാത്ത ഒരു സാഹചര്യമുണ്ട്. കാരണം ഇയാൾ നേരത്തെ നൽകിയ പരസ്പര വിരുദ്ധമായ മൊഴികൾ, അത്തരത്തിലൊക്കെയുള്ള എല്ലാ സാധ്യതകളുണ്ട്. മാത്രമല്ല തെളിവെടുപ്പ് ഉൾപ്പെടെ പല കാര്യങ്ങളും പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇനി വളരെ കുറച്ച് സമയം മാത്രമാണ് ഈ അന്വേഷണ സംഘത്തിന്, പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത്. ഒരുപക്ഷെ UAPA ചുമത്തിക്കഴിഞ്ഞാൽ പിന്നീട് NIA കേസ് ഏറ്റെടുക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ വേഗം കാര്യങ്ങൾ നീക്കിയാൽ മാത്രമേ പ്രത്യേക അന്വേഷണ സംഘത്തിന് കേസിൽ ഒരു വഴിത്തിരിവുണ്ടാക്കാനൊക്കെ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നേരത്തെ ഈ കേസിന്റെ മേൽനോട്ട ചുമതലയുള്ള DGP, ക്രമസമാധാന പാലന ചുമതലയുള്ള DGP MR അജിത് കുമാർ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അത്തരത്തിൽ കേസ് വളരെ വേഗം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് തന്നെ ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ശ്രമം അന്വേഷണ സംഘം നടത്തുന്നത്. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓപ്പൺ കോർട്ടിൽ നൽകേണ്ട ഒരു കസ്റ്റഡി അപേക്ഷ ഇന്ന് കോടതി അവധിയായിട്ടും നേരിട്ട് മജിസ്ട്രേറ്റിന് മുന്നിൽ സമർപ്പിക്കാനാണ് ഇപ്പോൾ അന്വേഷണ സംഘം ശ്രമിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇയാളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കേണ്ടി വരും. റിമാൻഡ് ചെയ്ത പ്രതിയാണ്, പ്രൊഡക്ഷൻ വാറന്റ് ഉണ്ടാവും. അങ്ങനെ ഇയാളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയതിനു ശേഷമായിരിക്കും ഇയാളെ പിന്നീട് കസ്റ്റഡിയിൽ വിട്ടുകിട്ടുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വ്യക്തതയുണ്ടാവുക. 5 ദിവസത്തെ കസ്റ്റഡി ആയിരിക്കും പോലീസ് ആവശ്യപ്പെടുക. വ്യക്തമായ ചോദ്യം ചെയ്യൽ ഉണ്ടായാൽ മാത്രമേ, ഇത് സുപ്രധാനമായ ഒരു കേസാണ്, ഈ കേസിലെ തീവ്രവാദ ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. അതുകൊണ്ട് അത് മുന്നോട്ടേക്ക് പോകണമെങ്കിൽ ചോദ്യം ചെയ്യൽ അനിവാര്യമാണ് എന്നുള്ളൊരു നിലപാട് അന്വേഷണ സംഘം എടുക്കും. മാത്രമല്ല തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട്. ഈ ആക്രമണം ഉണ്ടായ D1 കോച്ചിൽ ഉൾപ്പെടെ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട്. ഇതിനൊക്കെ ഇയാളെ കസ്റ്റഡിയിൽ വേണം. കസ്റ്റഡിയിൽ ലഭിച്ചു കഴിഞ്ഞാൽ ഇത് മുന്നോട്ടേക്ക് പോകുള്ളൂ എന്നുള്ള ഒരു സാഹചര്യമുണ്ട്. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയത്
തിങ്കളാഴ്ച മാത്രമേ അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകുകയുള്ളൂ എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അക്കാര്യങ്ങളിലൊക്കെ മാറ്റം വന്നിരിക്കുന്നു. ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. ശേഷം ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങാനായിരിക്കും ശ്രമം. കസ്റ്റഡിയിൽ ലഭിച്ചു കഴിഞ്ഞാൽ ഇന്ന് തെളിവെടുപ്പ് ഉണ്ടാവുകയില്ല. ഇയാളെ എത്തിച്ചേരുന്ന മാലൂർക്കുന്നിലെ AR ക്യാമ്പിലേക്ക് ഇയാളെ കൊണ്ടുപോകാനാണ് സാധ്യത. അവിടെ വെച്ച് കൂടുതൽ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ഇന്ന് കസ്റ്റഡിയിൽ ലഭിച്ചാൽ നാളെയായിരിക്കും തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. ആര്യ. ശരി, അശ്വിൻ വല്ലത്താണ് ആ വിവരങ്ങൾ നൽകിയത്. എന്തായാലും അശ്വിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അസാധാരണമായ സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് കൈകാര്യം ചെയ്യുന്നതും അത്തരത്തിൽ അസാധാരണമായ രീതിയിൽ തന്നെയാണ്. എന്തായാലും ഇപ്പോൾ എലത്തൂർ ട്രെയിൻ തീവയ്പ് കേസിലെ പ്രതി ഷാറൂഖ് സേഫിക്കെതിരെ കുലക്കുറ്റം ചുമത്തിയിട്ടുണ്ട്. റെയിൽവേ പോലീസ് സമർപ്പിച്ച FIRലാണ് IPC 302 വകുപ്പ് ചേർത്തത്. ഒപ്പം ഷാറൂഖ് സേഫിയെ റിമാൻഡ് ചെയ്തിരുന്നു ഇന്ന് രാവിലെ. അതേസമയം ഇതൊരു പ്രത്യേക കേസ് ആയതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ ഒരു കേസിൽ നീക്കുപോക്ക് ഉണ്ടാക്കേണ്ട ആവശ്യകത കൂടി ഉള്ള ഒരു സാഹചര്യമായതിനാൽ റിമാൻഡ് ചെയ്തെങ്കിൽ കൂടി ഇപ്പോൾ വീണ്ടും ഷാറൂഖ് ഫൈസിയെ മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ നിലവിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ഷാറൂഖ് ഫൈസി ഉണ്ടായിരുന്നത്. മഞ്ഞപ്പിത്ത ബാധയെ തുടർന്ന് അവിടെ നിന്നും ഷാറൂഖ് ഫൈസിയെ പുറത്തേക്ക് അല്പസമയത്തിനകം കൊണ്ടുവരുമെന്നും ഒപ്പം മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് ഹാജരാക്കി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരു നീക്കം അത് ദ്രുതഗതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ നടപടിക്രമങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി കസ്റ്റഡിയിൽ വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ജില്ലാ ജയിലിലേക്ക് മാറ്റുമെന്നുള്ള സൂചനയാണ് നമുക്ക് മുന്നിൽ ഉള്ളത്. എലത്തൂർ ട്രെയിൻ ആക്രമണത്തിനിടെ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ധനസഹായം കൈമാറി. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ജില്ലാ കളക്ടറാണ് ധനസഹായം കൈമാറിയത്. മട്ടന്നൂർ സ്വദേശികളായ റഹ്മത്ത്, നൌഫീഖ് എന്നിവരുടെ വീടുകൾ സന്ദർശിച്ച മുഖ്യമന്ത്രി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. തീപിടിച്ചതിന് പിന്നാലെ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം ഉണ്ടായത്. അപകടത്തിൽ 3 പേരാണ് മരിച്ചത്. എലത്തൂർ ട്രെയിൻ തീവയ്പിനിടെ മരിച്ചവർക്ക് റെയിൽവേ അടിയന്തരമായി നഷ്ടപരിഹാരം നൽകണമെന്ന് CPM. ഇക്കാര്യം ആവശ്യപ്പെട്ട CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ റെയിൽവേ മന്ത്രിക്ക് കത്തയച്ചു. യാത്രക്കാർക്ക് സുരക്ഷ നൽകുന്നതിൽ റെയിൽവേ പരാജയമെന്നും MV ജയരാജൻ വിമർശിച്ചു. ചികിത്സയ്ക്കുള്ള സഹായം ഗവൺമെന്റ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നു. സർക്കാർ തന്നെ ചികിത്സ ഏറ്റെടുക്കും. അതുപോലും റെയിൽവേ പ്രഖ്യാപിച്ചു. തീവണ്ടിയിൽ വെച്ചാണ് അപകടം. യാത്രക്കാർക്ക് സുരക്ഷ ഒരുക്കേണ്ടതിന്റെ ചുമതല റെയിൽവേ വകുപ്പിന്റെ ചുമതലയാണ്. എന്നാൽ ഫലപ്രദമായ സുരക്ഷ ഇപ്പോ യാത്രക്കാർക്ക് നൽകുന്നില്ല. 1.5 ലക്ഷം കോടിയിലേറെയാണ് യാത്രക്കാർ നൽകുന്ന ടിക്കറ്റ് നിരക്കിലൂടെ റെയിൽവേക്ക് കിട്ടുന്ന തുക. എലത്തൂർ ട്രെയിൻ തീവയ്പ് കേസ് പ്രതി ഷാറൂഖ് സേഫിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടായ സുരക്ഷാ വീഴ്ചയിൽ പോലീസിനുള്ളിലും വിമർശനം കടക്കുന്നു. മതിയായ വാഹന സൗകര്യവും സുരക്ഷയും ഒരുക്കാത്തതാണ് ചർച്ചയാകുന്നത്. ഇനിയെങ്കിലും പോലീസിന്റെ വാഹന സൗകര്യം മെച്ചപ്പെടുത്തണമെന്നാണ് ആവശ്യം. നിലവിൽ ഇന്ധന പ്രതിസന്ധിയും കേരള പോലീസ്. ഇന്നു മുതൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ സജീവ ചർച്ച ഷാരൂഖ് സൈഫിയുമായുള്ള യാത്രയാണ്. പോലീസിനുള്ളിലെ പരാധീനത ചൂണ്ടിക്കാട്ടിയാണ് ഉദ്യോഗസ്ഥരുടെ വിമർശനം. സ്വന്തമായി നല്ല വാഹനമില്ലാത്തതുകൊണ്ടാണ് ഷാരൂഖ് സൈഫിയെ കൊണ്ടുവരാൻ രത്നഗിരിയിലേക്ക് സ്വകാര്യ കാർ വിടേണ്ടി വന്നത്. യാത്രയിൽ മതിയായ സുരക്ഷയൊരുക്കാത്തതും വിമർശനത്തിനിടയാക്കുന്നു. രാജ്യം ശ്രദ്ധിച്ച ട്രെയിൻ ആക്രമണ കേസിലെ പ്രതിയെ 10 മണിക്കൂറിലധികം യാത്ര ചെയ്ത് റോഡ് മാർഗം കൊണ്ടുവരുമ്പോൾ സായുധ പോലീസിന്റെ അകമ്പടി കൂടി വേണമായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടുന്നു. യാത്രക്കിടയിൽ 2 തവണ വാഹനം കേടായി. 3 വാഹനങ്ങൾ മാറിയാണ് പ്രതിയെ കോഴിക്കോടെത്തിച്ചത്. പൊതുസ്ഥലത്ത് പ്രതി തിരിച്ചറിയപ്പെട്ടാൽ കയ്യേറ്റ ശ്രമങ്ങളുണ്ടാകുമായിരുന്നു. ഇതൊന്നും പരിഗണിക്കാതെയാണ് പ്രതിയെ കൊണ്ടുവന്നതെന്നാണ് ചർച്ച. എല്ലാ വിമർശനങ്ങളും നീളുന്നത് ഉന്നത IPS ഉദ്യോഗസ്ഥരിലേക്കാണ്. ക്രമസമാധാന ചുമതലയുള്ള പോലീസുകാർ നിരന്തരം ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ യഥാസമയം പരിഹരിക്കാത്തതാണ് ഈ പ്രതിസന്ധിക്കെല്ലാം കാരണമെന്നാണ് പോലീസിനുള്ളിലെ വികാരം. ന്യൂസ് 18 തിരുവനന്തപുരം. സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യ സൂത്രധാരൻ KT റമീസ് അറസ്റ്റിൽ. ചോദ്യം ചെയ്യലിന് വിളിച്ചുവരുത്തിയ ശേഷം ബുധനാഴ്ചയാണ് ED അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ റമീസിനെ റിമാൻഡ് ചെയ്തു. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. അനീഷ്, വിശദാംശങ്ങൾ.
ഒരു ഇടവേളയ്ക്ക് ശേഷം നയതന്ത്ര ചാനൽ വഴി സ്വർണ്ണക്കടത്ത് ഇടപാടുകൾ നടത്തിയ കേസ് വീണ്ടും സജീവമാക്കി ഇഡി മാറ്റുകയാണ്. ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായാണ് ബുധനാഴ്ച KT രമേശിനെ ചോദ്യം ചെയ്യാനായി ഇഡി കൊച്ചിയിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയത്. ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പിന്നീട് കോടതി രമേശിനെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. രമേശിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ ഉടൻ ഇഡി നൽകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ സ്വർണ്ണക്കടത്ത് പിന്നിലെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട കേസാണ് ഇഡി അന്വേഷിക്കുന്നത്. നേരത്തെ കേസുമായി ബന്ധപ്പെട്ട ശിവശങ്കർ, സ്വപ്ന എന്നിവരടക്കമുള്ളവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ കുറ്റപത്രങ്ങളിലൊക്കെ സ്വർണ്ണക്കടത്തിന്റെ മുഖ്യ ആസൂത്രകർ എന്ന് പല ഏജൻസികളും കേന്ദ്ര ഏജൻസികളും വിശേഷിപ്പിച്ചിരുന്നത് റമീസ് ആയിരുന്നു. വിദേശത്ത് നിന്നാണ് റമീസ് ഇത്തരമൊരു കുറ്റകൃത്യം ആസൂത്രണം ചെയ്ത് നയതന്ത്ര ചാനൽ വഴി കേരളത്തിലേക്ക് സ്വർണം കടത്തിയാൽ അത് സുരക്ഷിതമായ വഴിയാണ് എന്ന് ആദ്യം തിരിച്ചറിഞ്ഞതും റമീസ് ആയിരുന്നു. പിന്നീടാണ് സ്വപ്ന സുരേഷ് അടക്കമുള്ളവരുമായി ചേർന്ന് ഗൂഢാലോചന നടത്തുകയും ചെയ്തത്. എന്തായാലും ഇഡി രജിസ്റ്റർ ചെയ്ത കേസിലെ 5ാം പ്രതിയാണ് നിലവിൽ റമീസ്. തുടർന്നും മറ്റു ആളുകളെ കൂടി ഒരുപക്ഷെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യും എന്നാണ് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. ദുബായിൽ നിന്ന് ഫൈസൽ ഫരീദിനെ കൊണ്ട് സ്വർണം വാങ്ങിപ്പിക്കുകയും പിന്നീട് കേരളത്തിലേക്ക് കയറ്റി അയക്കാൻ ഉള്ള ബുദ്ധികേന്ദ്രവുമാണ് റമീസ് എന്ന് ഇഡി പറയുന്നു. ആര്യ. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇഡി സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട നടപടികൾ സജീവമാക്കുകയാണ്. ഇപ്പോൾ മുഖ്യ സൂത്രധാരൻ KT രമീസ് അറസ്റ്റിലായിരിക്കുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരായ സ്വപ്ന സുരേഷിന്റെ ആരോപണത്തിൽ വിജേഷ് പിള്ളയെ കണ്ണൂരിൽ ചോദ്യം ചെയ്യുന്നു. സ്വപ്ന ഗൂഢാലോചന നടത്തിയെന്ന പരാതിയെക്കുറിച്ച് അന്വേഷിക്കുന്ന പ്രത്യേക സംഘമാണ് വിജേഷ് പിള്ളയെ ചോദ്യം ചെയ്യുന്നത്. CPM തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി സന്തോഷ് നൽകിയ പരാതിയിലാണ് ചോദ്യം ചെയ്യൽ. MV ഗോവിന്ദൻ നിയോഗിച്ചത് പ്രകാരം വിജേഷ് പിള്ള തനിക്ക് 30 കോടി വാഗ്ദാനം ചെയ്തുവെന്നായിരുന്നു സ്വപ്നയുടെ ആരോപണം. പരാതിയുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷിനെ അന്വേഷണ സംഘം ബംഗളൂരുവിലെത്തി ചോദ്യം ചെയ്യും. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ഫ്ലാഷ് ന്യൂസ് വന്നതോടെ പപ്പ ഒരു വർഷത്തായിട്ട് വളരെ ദുർബലനായിട്ടിരിക്കുന്ന ആ ഒരു സീനാണ് ഞാൻ കണ്ടത്. ഇന്നേ വരെ ഒരു മകനെന്ന നിലയിൽ ആ സീൻ കണ്ടിട്ട് എനിക്ക് വളരെ സങ്കടം തോന്നി. അതുകൊണ്ട് ഒരുപക്ഷെ ചിലപ്പോൾ ഇതൊരു തോൽവി ആയേക്കാം എന്നുള്ള ഇതിലാണ് ഇരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് സീറ്റുകളടക്കം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അനിൽ കെ ആന്റണിയെ ഉയർത്തിക്കാട്ടുന്നത് ക്രിസ്ത്യൻ വോട്ടുകൾ കൂടുതൽ പിടിച്ചെടുക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു BJPയുടെ തന്ത്രം വിജയിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അൽഫോൺസ് കണ്ണന്താനത്തിന് ഇതുപോലെ അവർ ഉന്നയിച്ച് കൊണ്ടുവന്നു. അത് പുള്ളിക്കാരൻ അത് അവിടെ ഫ്ലോപ്പായി പോയി. അതേ രീതിയിൽ തന്നെ ഇവിടെയും അവരവിടെ ഫ്ലോപ്പായിരിക്കും. ഇനി ഈ അജിത്തിന്റെ ഒരു തീരുമാനം അത് കുടുംബത്തിൽ വലിയ തോതിൽ അനിലിന്റെ തീരുമാനം കുടുംബത്തിൽ വലിയ തോതിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അച്ഛൻ വളരെ ദുഃഖിതനാണ്. എന്തെങ്കിലും കാര്യം സംസാരിച്ചിട്ടുണ്ടോ നേരിട്ട്? ആ ഒരു സംഭവത്തിന് ശേഷം ഇന്നലെ BJPയിൽ ജോയിൻ ചെയ്തതിനു ശേഷം സംസാരിച്ചിരുന്നു അദ്ദേഹത്തോട് നേരിട്ട്? ഇല്ല, ചേട്ടൻ വിളിച്ചിട്ടില്ലായിരുന്നു. ഇന്നലത്തെ ആ സംഭവത്തിന് ശേഷം ചേട്ടൻ വിളിച്ചിട്ടില്ലായിരുന്നു. അന്ന് അത്രയും രീതിയിൽ നിൽക്കുന്ന സമയത്ത്, അത്രയും മോശമായ സ്ഥിതിയിൽ അനിൽ കെ ആന്റണി നിൽക്കുന്ന സമയത്ത് കോൺഗ്രസ് നേതൃത്വം ചേർത്ത് പിടിച്ചില്ല എന്നൊരു പരാതി അജിത്തിനുണ്ടോ? ആ പരാതി ഉണ്ട് എനിക്ക്. അവർ ചെറിയ തോതിലൊരു സപ്പോർട്ട് കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ പുള്ളി ഇങ്ങനെ ഒരു ഇമ്പൾസീവ് ഡിസിഷൻ എടുക്കത്തില്ലായിരിക്കും. പക്ഷേ എല്ലാവരുടെയും ചിന്താഗതി വേറെയാണ്. പുള്ളി എന്നാലും പോവുകയോ ഇല്ല എന്നുള്ള സംഭവം അറിയത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചിരുന്നത് പുള്ളി ദേഷ്യപ്പെട്ട് മാറി നിന്ന് പുള്ളിയുടെ ബിസിനസ് കാര്യങ്ങളിലോട്ട് പുള്ളി ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിലായിട്ട് മാറി നിൽക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇങ്ങനെ BJPയിലോട്ട് എടുത്ത് ചാടുമെന്നുള്ള വളരെ ഇമ്പൾസീവ് ഡിസിഷൻ എടുക്കുമെന്ന് ഇതുവരെ വിചാരിച്ചിട്ടില്ലായിരുന്നു. അനിലിന് ആശംസയാണോ നൽകുക, അതോ എന്താണ് അദ്ദേഹത്തിനോട് ഇനി പറയാനുള്ളത്? അല്ലേ, ഇനി എന്താണ് പറയാന്നുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം പൊളിറ്റിക്കലി ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയോളജിക്കലിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അതുകൊണ്ടിപ്പോൾ ആശംസയും പറയുന്നില്ല, ഇതും പറയുന്നില്ല. തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തിരിച്ച് വരട്ടെ എന്നാണ് എൻ്റെ ഒരു കാര്യം വെച്ചാൽ, ഞാൻ വീണ്ടും പറയുന്നു, BJPക്കാർ ഒരു താൽക്കാലികമായിട്ടാണ് പുള്ളിക്കാരനെ കണ്ടിരിക്കുന്നത്. അവരുടെ യൂസ് കഴിഞ്ഞാൽ അവർ ചവറ്റുകൊട്ടയിൽ വലിച്ചു കൂറി കളയും. താങ്ക് യു സോ മച്ച് അജിത് പോൾ. താങ്ക് യു സോ മച്ച്. എന്തായാലും അനിൽ കെ ആന്റണി തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് അജിത് പോൾ പങ്കുവയ്ക്കുന്നത്. എന്തായാലും BJP കറിവേപ്പില പോലെ വലിച്ചെറിയും അനിലിനെ എന്നും അദ്ദേഹം ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. ക്യാമറമാൻ സന്തോഷിനൊപ്പം നന്ദകുമാർ, News 18 തിരുവനന്തപുരം.
ബി.ജെ.പിയിൽ ചേർന്ന അനിൽ ആന്റണിയെ അവഗണിച്ച് നീങ്ങാനാണ് കെ.പി.സി.സിയുടെ തീരുമാനം. അമിത ചർച്ച അനിലിന് അർഹിക്കാത്ത പരിഗണന നൽകുമെന്നാണ് കെ.പി.സി.സിയുടെ വിലയിരുത്തൽ. നന്ദകുമാറുണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി. നന്ദകുമാർ, ഇന്നലെ അനിൽ ആന്റണി ബി.ജെ.പിയിൽ ചേർന്നപ്പോൾ തന്നെ താൻ അച്ഛനൊപ്പമാണ് എന്ന് അറിയിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ ജയ്ഹിന്ദ് എന്ന വാക്കും കൈപ്പത്തി ചിഹ്നവും അജിത് ആന്റണി ഇട്ടിരുന്നു. ഇന്ന് പരസ്യമായി തന്നെ നിലപാട് പറഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെയാണ് അജിത് ആന്റണി പറഞ്ഞത്? രേണുക, അനിൽ കെ ആന്റണിയുടെ ബി.ജെ.പി പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുകയായിരുന്നു അജിത് പോൾ. എന്തായാലും അജിത്തിനെ സംബന്ധിച്ചിടത്തോളം അജിത്ത് ഒരു രാഷ്ട്രീയക്കാരനല്ല, കോൺഗ്രസ് അനുഭാവിയാണെന്ന് മാത്രമാണുള്ളത്. അദ്ദേഹം ഒരു താഴെത്തട്ടിൽ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളല്ല അജിത്ത്. എന്നാലും അജിത്തിനെ സംബന്ധിച്ചിടത്തോളം, അജിത്തിന്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വേദന ഉണ്ടാക്കുന്ന വിഷയമായിരുന്നു കഴിഞ്ഞ ദിവസം അനിൽ കെ ആന്റണിയുടെ ബി.ജെ.പിയുടെ ഒരു പ്രവേശനം. അത് ഏറ്റവും ഞെട്ടിക്കുന്നതായിരുന്നു എന്നും വളരെ ദുഃഖകരമാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായത് എന്നാണ് അജിത് പോൾ ന്യൂസ് 18നോട് പങ്കുവെക്കുകയും ചെയ്തത്. ഏറ്റവും പ്രധാനം, ഇത്തരത്തിൽ BBC ഡോക്യുമെന്ററി പ്രദർശനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലായിരുന്നു ഇത് ആദ്യമായി ഈ ഒരു സംഭവം, അനിൽ കെ ആന്റണിയുടെ സംഭവം മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത്. അദ്ദേഹം അന്നെടുത്ത ഒരു നിലപാട് അത് ബി.ജെ.പി അനുകൂല നിലപാടാണെന്നും അദ്ദേഹത്തിനെതിരെ വലിയ തോതിൽ സൈബർ ബുള്ളിംഗ് അടക്കം സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ വിമർശനങ്ങളും നേരിടേണ്ടി വന്നു. അതിനുശേഷം ഇപ്പോൾ അജിത് പോൾ വെളിപ്പെടുത്തുന്നതനുസരിച്ച് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും വാർത്തകളിലേക്ക്. കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയുടെ ബി.ജെ.പി പ്രവേശം കോൺഗ്രസിനെതിരെ ആയുധമാക്കി ബി.ജെ.പിയും CPM-ഉം. ആന്റണിയുടെ അറിവോടെയാണ് അനിൽ ബി.ജെ.പിയിലേക്ക് പോയതെന്നാണ് CPM ആരോപണം. കൂടുതൽ നേതാക്കൾ പാർട്ടിയിലേക്ക് വരുമെന്നും ബി.ജെ.പി നേതൃത്വം അവകാശപ്പെടുന്നു. അതേസമയം അനിൽ ആന്റണി പാർട്ടി വിട്ടതിന് വലിയ പ്രാധാന്യം നൽകേണ്ടതാണ് കോൺഗ്രസിലെ ധാരണ. ഒരു തരത്തിലും കോൺഗ്രസിനെ ബാധിക്കുന്നതല്ല അനിൽ ആന്റണിയുടെ ചൂടുമാറ്റമെന്ന് നേതൃത്വം പറയുന്നുണ്ടെങ്കിലും കോൺഗ്രസിനെതിരെ ഇത് സംസ്ഥാനത്ത് രാഷ്ട്രീയ ആയുധമായി മാറുകയാണ്. ആന്റണിയുടെ അറിവില്ലാതെ അനിൽ ബി.ജെ.പിയിലേക്ക് പോകില്ല എന്നായിരുന്നു CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജന്റെ പ്രതികരണം. ഐ വിൽ ഗോ വിത്ത് BJP എന്ന് പറഞ്ഞത് മറ്റാരുമല്ല, KPCC പ്രസിഡന്റാണ്. KPCC പ്രസിഡന്റ് അനിൽ ആന്റണിക്ക് മധുരം നൽകിയത് അദ്ദേഹത്തെ പെട്ടെന്ന് അവിടെ അയക്കാനും BJPയിൽ അദ്ദേഹം എത്തിയതിന് ശേഷം ഈ പോകാനിരിക്കുന്ന KPCC പ്രസിഡന്റിന് നല്ല സ്ഥാനം ഉറപ്പാക്കാനുമാണ്. ക്രൈസ്തവ സമുദായത്തിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ എല്ലാ വഴികളും തേടുന്ന BJP അനിലിന്റെ വരവിനെയും അവസരമായി കാണുന്നു. പാർട്ടിയിൽ പ്രധാന പദവി നൽകുന്നതിനോടൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാനും BJP തയ്യാറാകും. വയനാട് ഉപതെരഞ്ഞെടുപ്പുണ്ടായാൽ അവിടെ അനിലിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന അഭിപ്രായവും പാർട്ടിയിൽ ശക്തമാണ്. ക്രൈസ്തവ സ്വാധീന മേഖലകളായ മറ്റു മണ്ഡലങ്ങളിലേക്കും അനിലിനെ പരിഗണിച്ചേക്കാം. അനിൽ ഒരു തുടക്കം മാത്രമാണെന്നും കൂടുതൽ നേതാക്കൾ BJPയിലേക്ക് വരുമെന്ന അവകാശവാദവുമുണ്ട്. അദ്ദേഹത്തിന്റെ BJPയിലേക്കുള്ള പ്രവേശനം കേരളത്തിൽ ഒരു ദൂരവ്യാപകമായിട്ടുള്ള ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് കളമൊരുങ്ങും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അനിൽ പാർട്ടി വിട്ടതിന് അമിത പ്രാധാന്യം നൽകേണ്ടെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിലെ പൊതുധാരണ. അനിൽ പാർട്ടിയുടെ പ്രധാന ഭാരവാഹി ആയിരുന്നില്ല. കെ ആന്റണിയുടെ മകൻ എന്നത് മാത്രമാണ് അനിലിന്റെ പ്രസക്തിയെന്നും നേതൃത്വം വിശദീകരിക്കുന്നു. കെ ആന്റണിക്കൊപ്പം ഉറച്ചു നിൽക്കാനും അദ്ദേഹത്തിനെതിരായ വിമർശനങ്ങളെ നേരിടാനും കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ബി.ജെ.പി അനിൽ ആന്റണിയെ കറിവേപ്പില പോലെ എടുത്തു കളയുമെന്ന അനുജൻ അജിത് ആന്റണി. ബി.ജെ.പിയും അനിലും തമ്മിലുള്ള ധാരണ എന്താണെന്ന് അറിയില്ല, അത് കാലം തെളിയിക്കും. അനിൽ തെറ്റുതിരുത്തി തിരിച്ചു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അജിത് ആന്റണി ന്യൂസ് 18നോട് പറഞ്ഞു. അനിൽ കെ ആന്റണിയുടെ ബി.ജെ.പി പ്രവേശനം അത് വലിയ തോതിൽ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ച ഒന്ന് തന്നെയാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ സഹോദരൻ ഇപ്പോൾ അജിത് കെ ആന്റണി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. അജിത് പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. അജിത്, എങ്ങനെയാണ് ആ ഒരു രാഷ്ട്രീയ പ്രവേശനം കാണുന്നത്? പുള്ളിയും ബി.ജെ.പിയും തമ്മിൽ എന്ത് അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയാണ് പോയിരിക്കുന്നത് വരും തോതുകൾ മനസ്സിലാവാം. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, ബി.ജെ.പി പാർട്ടി ഒരു താൽക്കാലികമായിട്ടാണ് പുള്ളിക്കാരനെ എടുത്തിരിക്കുന്നത്. കരിയപ്പല പോലെ വലിച്ചു കീറി ചവറ്റുകൂട്ടൽ എറിയും. കെ ആന്റണിയെ സംബന്ധിച്ചിടത്തോളം 1994 അദ്ദേഹം തോൽക്കുന്നത്. അതൊരു KPCCയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. അതിനുശേഷം ഇപ്പോഴാണ് തോൽക്കുന്നത് എന്നാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ പറയുന്നത്. അത് ശരിയാണ്? ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഞാൻ ഇന്നേ വരെ പപ്പ ഒരു വളരെ ദുഃഖിതനായിട്ട് ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ ഇന്നേ വരെ പപ്പേനെ കണ്ടിട്ടില്ല. പക്ഷെ ഇന്നലെ
ആ ഫ്ലാഷ് ന്യൂസ് വന്നതോടെ പപ്പ ഒരു വർഷത്തായിട്ട് വളരെ ദുർബലനായിട്ടിരിക്കുന്ന ആ ഒരു സീനാണ് ഞാൻ കണ്ടത്. ഇന്നേ വരെ ഒരു മകനെന്ന നിലയിൽ ആ സീൻ കണ്ടിട്ട് എനിക്ക് വളരെ സങ്കടം തോന്നി. അതുകൊണ്ട് ഒരുപക്ഷെ ചിലപ്പോൾ ഇതൊരു തോൽവി ആയേക്കാം എന്നുള്ള ഇതിലാണ് ഇരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് സീറ്റുകളടക്കം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അനിൽ കെ ആന്റണിയെ ഉയർത്തിക്കാട്ടുന്നത് ക്രിസ്ത്യൻ വോട്ടുകൾ കൂടുതൽ പിടിച്ചെടുക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു BJPയുടെ തന്ത്രം വിജയിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അൽഫോൺസ് കണ്ണന്താനത്തിന് ഇതുപോലെ അവർ ഉന്നയിച്ച് കൊണ്ടുവന്നു. അത് പുള്ളിക്കാരൻ അത് അവിടെ ഫ്ലോപ്പായി പോയി. അതേ രീതിയിൽ തന്നെ ഇവിടെയും അവരവിടെ ഫ്ലോപ്പായിരിക്കും. ഇനി ഈ അജിത്തിന്റെ ഒരു തീരുമാനം അത് കുടുംബത്തിൽ വലിയ തോതിൽ അനിലിന്റെ തീരുമാനം കുടുംബത്തിൽ വലിയ തോതിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അച്ഛൻ വളരെ ദുഃഖിതനാണ്. എന്തെങ്കിലും കാര്യം സംസാരിച്ചിട്ടുണ്ടോ നേരിട്ട്? ആ ഒരു സംഭവത്തിന് ശേഷം ഇന്നലെ BJPയിൽ ജോയിൻ ചെയ്തതിനു ശേഷം സംസാരിച്ചിരുന്നു അദ്ദേഹത്തോട് നേരിട്ട്? ഇല്ല, ചേട്ടൻ വിളിച്ചിട്ടില്ലായിരുന്നു. ഇന്നലത്തെ ആ സംഭവത്തിന് ശേഷം ചേട്ടൻ വിളിച്ചിട്ടില്ലായിരുന്നു. അന്ന് അത്രയും രീതിയിൽ നിൽക്കുന്ന സമയത്ത്, അത്രയും മോശമായ സ്ഥിതിയിൽ അനിൽ കെ ആന്റണി നിൽക്കുന്ന സമയത്ത് കോൺഗ്രസ് നേതൃത്വം ചേർത്ത് പിടിച്ചില്ല എന്നൊരു പരാതി അജിത്തിനുണ്ടോ? ആ പരാതി ഉണ്ട് എനിക്ക്. അവർ ചെറിയ തോതിൽ ഒരു സപ്പോർട്ട് കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ പുള്ളി ഇങ്ങനെ ഒരു ഇമ്പൾസീവ് ഡിസിഷൻ എടുക്കത്തില്ലായിരിക്കും. പക്ഷേ എന്താ എല്ലാവരുടെയും ചിന്താഗതി വേറെയാണ്. പുള്ളി എന്നാലും പോവുകയോ ഇല്ല എന്നുള്ള സംഭവം അറിയത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചിരുന്നത് പുള്ളി ദേഷ്യപ്പെട്ട് മാറി നിന്ന് പുള്ളിയുടെ ബിസിനസ് കാര്യങ്ങളിലോട്ട് പുള്ളി ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിലായിട്ട് മാറി നിൽക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇങ്ങനെ BJPയിലോട്ട് എടുത്ത് ചാടുമെന്നുള്ള വളരെ ഇമ്പൾസീവ് ഡിസിഷൻ എടുക്കുമെന്ന് ഇതുവരെ വിചാരിച്ചിട്ടില്ലായിരുന്നു. അനിലിന് ആശംസയാണോ നൽകുക, അതോ എന്താണ് അദ്ദേഹത്തിനോട് ഇനി പറയാനുള്ളത്? അല്ലേ, ഇനി എന്താണ് പറയാന്നുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം പൊളിറ്റിക്കലി ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയോളജിക്കലിയാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അതുകൊണ്ടിപ്പോൾ ആശംസയും പറയുന്നില്ല, ഇതും പറയുന്നില്ല. തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തിരിച്ച് വരട്ടെ എന്നാണ് എൻ്റെ ഒരു ഇത്. കാര്യം വെച്ചാൽ ഞാൻ വീണ്ടും പറയുന്നു, BJPക്കാർ ഒരു താൽക്കാലികമായിട്ടാണ് പുള്ളിക്കാരനെ കണ്ടിരിക്കുന്നത്. അവരുടെ യൂസ് കഴിഞ്ഞാൽ അവർ ചവറ്റുകൊട്ടയിൽ വലിച്ചു കോരി കളയും. താങ്ക് യു സോ മച്ച് അജിത് പോൾ. താങ്ക് യു സോ മച്ച്. എന്തായാലും അനിൽ കെ ആന്റണി തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് അജിത് പോൾ പങ്കുവയ്ക്കുന്നത്. എന്തായാലും BJP കറിവേപ്പില പോലെ വലിച്ചെറിയും അനിലിനെ എന്നും അദ്ദേഹം ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. ക്യാമറമാൻ സന്തോഷിനൊപ്പം നന്ദകുമാർ, ന്യൂസ് 18 തിരുവനന്തപുരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം കേരളത്തിൽ എത്തും. 25-ന് കൊച്ചിയിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി എത്തും. യുവാക്കളെയും IT പ്രൊഫഷണൽസിനെയും നേരിൽ കണ്ട് സംവദിക്കാൻ സംഘടിപ്പിക്കുന്ന യുവം പരിപാടിയിലേക്കാണ് പ്രധാനമന്ത്രി എത്തുന്നത്. 1 ലക്ഷം പേരെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാനാണ് സംഘാടകരുടെ തീരുമാനം. കേരളത്തിൽ BJP നിരയിലെ പുതുമുഖമായി അനിൽ ആന്റണിയെ അവതരിപ്പിക്കും. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് പാർട്ടി നേതാക്കളുമായി ചർച്ചയും ഉണ്ടാകും. തിരുവനന്തപുരം ഉൾപ്പെടെ മണ്ഡലങ്ങളിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളെ കൊണ്ടുവരാനാണ് BJP ആലോചന. ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി കിരൺ കുമാർ റെഡ്ഡി BJPയിൽ ചേർന്നു. BJP ദേശീയ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ പാർലമെന്ററി കാര്യ മന്ത്രി പ്രഹ്ലാദ് ജോഷിയിൽ നിന്നാണ് അംഗത്വം സ്വീകരിച്ചത്. കഴിഞ്ഞ മാർച്ച് 12-നാണ് കിരൺ കുമാർ റെഡ്ഡി കോൺഗ്രസ് വിട്ടത്. BJP ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കിരൺ കുമാർ റെഡ്ഡി കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചു. അവർ മാത്രമാണ് ശരിയെന്നും ഇന്ത്യയിലെ ജനങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റുള്ളവരെല്ലാം തെറ്റുകാരാണെന്നും കോൺഗ്രസ് നേതൃത്വം കരുതുന്നതായി കിരൺ കുമാർ റെഡ്ഡി പറഞ്ഞു. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതിയെ ഉടൻ തന്നെ മെഡിക്കൽ കോളേജിന് പുറത്തേക്ക് എത്തിക്കും എന്നാണ് കരുതുന്നത്. ഡാൻ കുര്യൻ അവിടെ നിന്നും ചേരുകയാണ്. ഡാൻ, അല്പസമയത്തിനകം തന്നെ പ്രതിയെ പുറത്തേക്ക് എത്തിക്കുമല്ലേ? ആര്യ, അങ്ങനെ തന്നെയാണ് കരുതുന്നത്. പോലീസ് വാഹനങ്ങളടക്കം സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അസിസ്റ്റന്റ് കമ്മീഷണർ നേതൃത്വത്തിൽ പോലീസ് വാഹനങ്ങൾ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിക്ക് സമീപമുള്ള പ്രവേശന കവാടത്തിന് മുമ്പിൽ നിരന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടേക്ക് കൂടുതൽ ഉദ്യോഗസ്ഥരെ അടക്കം വിന്യസിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കവാടത്തിലൂടെയാകും ഷാരൂഖ് സൈഫിയുമായി അന്വേഷണ സംഘം പുറത്തേക്ക് എത്തുക എന്ന സൂചന തന്നെയാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. അകത്ത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ടായിരുന്നു. ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് മറ്റ് നടപടികൾ പൂർത്തിയാക്കി ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് പ്രതിയുമായി ഇപ്പോൾ പുറത്തേക്ക് വരുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നത്. മജിസ്ട്രേറ്റ് കോടതിയിലേക്കായിരിക്കും കൊണ്ടുപോവുക അല്ലേ?
തീർച്ചയായിട്ടും അത്തരത്തിലൊരു സൂചന തന്നെയാണ് ലഭിക്കുന്നത്. മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷമായിരിക്കും ജയിലിലേക്ക് മാറ്റുന്നതടക്കമുള്ള തുടർ നടപടികളിലേക്ക് കടക്കുക എന്ന സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഈസ്റ്ററിന് ശേഷം ആയിരിക്കും പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതടക്കമുള്ള തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുക എന്ന സൂചനകളും പുറത്തു വരുന്നത്. എന്തായാലും രാവിലെ മുതൽ ഉള്ള അഭ്യൂഹങ്ങൾക്ക് വിരാമമാകുന്നു. ഇവിടെ നിന്ന് ആശുപത്രിയിൽ നിന്ന് ഷാരൂഖ് സൈഫിയെ മാറ്റുന്നതിനുള്ള നടപടികൾ എല്ലാം പൂർത്തിയായിരിക്കുന്നു. ഡോക്ടർമാരുടെ അടക്കം മെഡിക്കൽ ബോർഡിന്റെ യോഗം പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തുകൊണ്ട് രാവിലെ ആശുപത്രിയിൽ ചേർന്നിരുന്നു. ആ യോഗത്തിലാണ് പ്രതിക്ക് മറ്റു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും ഇല്ല എന്നും ഡിസ്ചാർജ് ചെയ്യുന്നതിന് പ്രശ്നമില്ല എന്നും പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് 20 ദിവസത്തേക്ക് 14 ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇവിടെ നിന്ന് പ്രതിയെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി ജയിലിലേക്ക് അയക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായിരിക്കുന്നത്. എന്തായാലും വലിയ സുരക്ഷാ സന്നാഹമാണ് പോലീസ് കമാൻഡോസ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഈ പ്രതിയുടെ സുരക്ഷ ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി ഈ പ്രതിയെ ഇറക്കുന്ന കവാടത്തിന്റെ മുമ്പിൽ സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമായി വിന്യസിക്കപ്പെട്ടിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം ഉണ്ടായ തരത്തിലുള്ള സുരക്ഷാ വീഴ്ചകൾ ഉണ്ടാകാതിരിക്കുന്നതിനുള്ള പ്രത്യേകമായ നടപടികൾ തന്നെയാണ് പോലീസ് കൈക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ഉദ്യോഗസ്ഥരെ സ്ഥലത്തേക്ക് എത്തിക്കുന്ന തരത്തിലേക്ക് രാജ്യം ഉറ്റുനോക്കുന്ന കേസിലെ പ്രതിയാണ്. അത്രത്തോളം തന്നെ സുരക്ഷാ സന്നാഹം അതിനുവേണ്ടി ഒരുക്കേണ്ടതുണ്ട്. ഇപ്പോൾ തന്നെ പോലീസ് വലിയ തോതിൽ വിമർശനം നേരിടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ കോഴിക്കോട്ടേക്ക് എത്തിക്കുന്ന സമയത്ത് വളരെ വലിയ സുരക്ഷാ വീഴ്ച പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കേസിലെ പ്രതിയെ എത്തിക്കുമ്പോൾ അത് കൈകാര്യം ചെയ്യുമ്പോൾ സംഭവിച്ചു എന്നുള്ളത് ആ ഒരു വിമർശനങ്ങളെ ഒക്കെ നീക്കുന്ന തരത്തിൽ അതിനപ്പുറമുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാകും അവിടെ ഒരുക്കിയിട്ടുണ്ടാവുക അല്ലേ? ഏത് തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയാലും സംഭവിച്ച വീഴ്ച തന്നെയാണ്. അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ കൃത്യമായി മറുപടി പറയേണ്ട സാഹചര്യം അല്ലെങ്കിൽ അതിന് വിശദീകരണം നൽകേണ്ട സാഹചര്യം ഉറപ്പായി വരും. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ പ്രതിനിധികൾ കോഴിക്കോട് ക്യാമ്പ് ചെയ്യുന്നുണ്ട് എങ്കിലും അവരുമായി കൃത്യമായി ഈ വിവരങ്ങൾ പങ്കുവെക്കുന്നില്ല എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് നമുക്ക് രാവിലെ മുതൽ ആ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് നിലവിൽ കേസിന്റെ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കേണ്ടതുണ്ട്. കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ആ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും തെളിവെടുപ്പിനായി എലത്തൂരിലേക്ക് ഷാരൂഖ് സൈഫിയെ എത്തിക്കുക എന്ന തരത്തിലുള്ള വിവരമാണ് കേരള പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, രാജ്യത്തെ തന്നെ ഞെട്ടിച്ച ഒരു കേസില് പ്രതിയെ അത്രമാത്രം ഗൗരവത്തോടെയാണ് എവിടെ നിന്നായാലും കൊണ്ടുപോകേണ്ടിയിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം പോലീസ് നടത്തിയ നീക്കത്തിൽ വീഴ്ച സംഭവിച്ചത് വ്യാപകമായ വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികളുടെ ഉദ്യോഗസ്ഥരടക്കം അത് സംബന്ധിച്ച ആശങ്ക കേരള പോലീസിന്റെ ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും അത്തരത്തിലുള്ള വീഴ്ചകൾ ആവർത്തിക്കാതിരിക്കാനാണ് കഴിഞ്ഞ ദിവസത്തിൽ നിന്ന് വ്യത്യസ്തമായി വലിയ തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളുമായി പോലീസ് ഉൾപ്പെടെയുള്ള മറ്റ് അന്വേഷണ സംഘങ്ങൾ ഇവിടെ സജ്ജരായിരിക്കുന്നതും. ആര്യ ഡാന, ഇതിനിടെ വന്ന മറ്റൊരു സൂചനയുണ്ടായിരുന്നു. അതായത് ഈ ജയിലിലേക്ക് മാറ്റുന്നതിന് മുമ്പ് കസ്റ്റഡി അപേക്ഷ നൽകി കസ്റ്റഡിയിൽ വാങ്ങുകയും ഈ ഷാറൂഖിനെ ചോദ്യം ചെയ്യലും തെളിവെടുപ്പുമായി അത്തരത്തിലുള്ള നടപടികളൊക്കെ ദ്രുതഗതിയിൽ നടത്താനുള്ള ഒരു നീക്കത്തിലേക്ക് പോലീസ് കടക്കുന്നു, അന്വേഷണ സംഘം കടക്കുന്നു എന്നുള്ളത്. എന്നാൽ ഇപ്പോൾ അതിന് വീണ്ടും ഒരു മാറ്റം വന്നിരിക്കുന്നു. ഈ കസ്റ്റഡിയിൽ വാങ്ങുന്നത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് എന്നുള്ളതാണോ ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം? തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ചൊന്നും കൃത്യമായ വിവരം പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ലഭ്യമാകുന്നില്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. കാരണം ഇതെല്ലാം അഭ്യൂഹങ്ങൾ മാത്രമാണ്. രാവിലെയും അത്തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് പ്രചരിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, അല്പസമയത്തിനകം ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് പ്രതിയെ ഡിസ്ചാർജ് ചെയ്യും. ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ തന്നെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ജയിലിലേക്ക് മാറ്റുന്ന തരത്തിലുള്ള ഒരു നടപടി തന്നെയായിരിക്കും ഉണ്ടാകുക എന്ന സൂചനയാണ് പുറത്തു വരുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ പ്രതിയുമായി അന്വേഷണ സംഘം മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് തിരിക്കും. അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പോസ്റ്റ്മോർട്ടം കവാടത്തിന് പ്രവേശന കവാടത്തിന് മുമ്പിൽ ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതി ഷാറൂഖ് ഫൈസിയെ അല്പസമയത്തിനകം തന്നെ
മെഡിക്കൽ കോളേജിന് പുറത്തേക്ക് കൊണ്ടുവരും. ആരോഗ്യ പരിശോധന ഒക്കെ പൂർത്തിയാക്കിയ ശേഷമാണ് ഷാരൂഖിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഷാരൂഖ് സേഫിയെ എത്രയും പെട്ടെന്ന് തന്നെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ശേഷം അവിടെ നിന്ന് ജില്ലാ ജയിലിലേക്ക് മാറ്റും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് കസ്റ്റഡി അപേക്ഷ പോലീസ് ഇപ്പോൾ നൽകില്ലെന്നും പിന്നീട് തിങ്കളാഴ്ച നൽകിയ ശേഷം ഷാരൂഖിനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യലിലും തെളിവെടുപ്പിലേക്കും ഒക്കെ കടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഷാരൂഖ് സേഫിയെ ആശുപത്രിയിൽ നിന്ന് അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് കൊണ്ടുവരും. അതിനായുള്ള കാത്തിരിപ്പിലാണ് ഉള്ളത്. രാജ്യം ഉറ്റുനോക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കേസിലെ പ്രതിയാണ്. അതുകൊണ്ട് തന്നെ അത്രത്തോളം തന്നെ സുരക്ഷയും അവിടെ ശക്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള സന്നാഹങ്ങളും ആണ് അവിടെ സജ്ജമാക്കിയിട്ടുള്ളത്. ഷാരൂഖിനെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴും മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി ജയിലിൽ എത്തിക്കുന്നത് വരെയുള്ള സുരക്ഷാ നടപടികളൊക്കെ തന്നെ അത്രത്തോളം സൂക്ഷ്മമായി തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇതിനിടെ മഹാരാഷ്ട്രയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് കഴിഞ്ഞ ദിവസം പ്രതിയുമായി എത്തുന്നതിനിടെ വളരെ വലിയ സുരക്ഷാ വീഴ്ച പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഷാരൂഖിനെ കൊണ്ടുവന്ന ഫോർച്യൂണർ വാഹനത്തിന് ടയർ പഞ്ചറാവുകയും 1.5 മണിക്കൂറിലധികം ഈ പോലീസിനെ ഈ പ്രതിയുമായി നടു റോഡിൽ നിൽക്കേണ്ട സാഹചര്യമുണ്ടായി. അപ്പോൾ വെറും 3 പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമായിരുന്നു ഈ പ്രതിക്കൊപ്പം ഉണ്ടായിരുന്നത്. ഇതൊക്കെ വളരെ വലിയ വിമർശനങ്ങളിലേക്കാണ് വഴിവെച്ചത്. ഇതിനൊക്കെ തന്നെയും ഒരു ഉത്തരം നൽകി നിൽക്കുന്ന ഒരു സാഹചര്യമായതിനാൽ തന്നെ അതിനപ്പുറമുള്ള സുരക്ഷാ സൗകര്യങ്ങൾ ഒക്കെ തന്നെയാണ് അവിടെ സജ്ജമാക്കിയിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ ഷാരൂഖ് സേഫിയെ മെഡിക്കൽ കോളേജിന് പുറത്തേക്ക് എത്തിക്കും. മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ വാർത്തയിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതി ഷാരൂഖ് സേഫിക്കെതിരെ കൊലക്കുറ്റം കൂടി ചുമത്തിയിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ നിലവിൽ മെഡിക്കൽ കോളേജിലാണ് ഷാരൂഖ് സേഫി ഉള്ളത്. ഷാരൂഖിനെ അല്പസമയത്തിനകം തന്നെ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ഹാജരാക്കും. അതിനുശേഷം ജയിലിലേക്ക് മാറ്റുമെന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അശ്വിൻ നമുക്കൊപ്പം ചേരുകയാണ്. അശ്വിന്, ഈ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് എത്തിക്കുകയാണ് ഷാരൂഖിനെ. രാജ്യം ഉറ്റുനോക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കേസിലെ പ്രതിയാണ്. അത്രത്തോളം സുരക്ഷയിലാണ് എത്തിക്കുന്നത്. ഇനി കോടതിയിലുള്ള നടപടിക്രമങ്ങൾ അത്രത്തോളം പെട്ടെന്ന് തന്നെ നടപ്പാക്കിയതിനു ശേഷം ജയിലിലേക്ക് മാറ്റാനുള്ള ഒരുക്കങ്ങളാണ് അവിടെ സജ്ജമാക്കിയിട്ടുള്ളത്. അതെയോ? ശരി, അശ്വിൻ വലയത്തിലേക്ക് നമുക്ക് തിരികെ എത്താം. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാന്, ഇനിയുള്ള നടപടിക്രമങ്ങൾ അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി ജയിലിലേക്ക് എത്തിക്കുകയാകും ഉണ്ടാവുക അല്ലേ? അത്തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് പ്രതിയുമായി അന്വേഷണ പുറത്തേക്ക് എത്തും ആശുപത്രിയിൽ നിന്ന്. അതിനുള്ള മറ്റ് നടപടികളെല്ലാം, അതായത് ആശുപത്രിയിൽ പൂർത്തിയാക്കേണ്ട മറ്റ് നടപടികളെല്ലാം പൂർത്തിയായിട്ടുമുണ്ട്. വൈദ്യ അല്ലെങ്കിൽ വിദഗ്ധർ കൃത്യമായി ആരോഗ്യസ്ഥിതി അടക്കം പരിശോധിച്ച് മറ്റ് കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഇയാളെ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തുള്ള നടപടിക്രമങ്ങളിലേക്ക്, അവസാനവട്ട നടപടികളിലേക്ക് ഇപ്പോൾ ആശുപത്രി അധികൃതരും കടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ രാജ്മൽ മീണ അടക്കമുള്ള ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിയിട്ടുണ്ട്. അരമണിക്കൂർ മുമ്പ് തന്നെ അദ്ദേഹം ആശുപത്രിയിലേക്ക് എത്തി. അദ്ദേഹത്തോടൊപ്പം മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും ഉണ്ട് എന്ന സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ മജിസ്ട്രേറ്റിന്റെ മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിക്കുന്നതിന് മുമ്പ് ആശുപത്രിയിൽ വെച്ച് മറ്റ് വിവരങ്ങൾ എന്തെങ്കിലും പ്രതിനിധി ചോദിച്ചറിയുമോ, അതിനുവേണ്ടി എടുക്കുന്ന സമയതാമസമാണോ പുറത്തേക്ക് എത്തിക്കാൻ വൈകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്. കഴിഞ്ഞ ദിവസം അടക്കം പോലീസിന്റെ ഭാഗത്ത് നിന്ന് സുരക്ഷ ഒരുക്കുന്നതിൽ അല്ലെങ്കിൽ പ്രതിയെ കോഴിക്കോട്ടേക്ക് എത്തിക്കുന്നതിലുണ്ടായ വീഴ്ച വ്യാപകമായ വിമർശനങ്ങൾക്ക് വഴിവെച്ച പശ്ചാത്തലത്തിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ആശുപത്രി പരിസരത്തടക്കം കനത്ത പോലീസ് സുരക്ഷയാണ് പോലീസ് ഉറപ്പുവരുത്തിയിരിക്കുന്നത്. അതിന്റെ മേൽനോട്ട ചുമതല സിറ്റി പോലീസ് കമ്മീഷണർക്കാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തി അത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നേരിട്ട് മേൽനോട്ടം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ കനത്ത പോലീസ് ബന്ധവത്തിലായിരിക്കും കമാൻഡോസ് ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ സുരക്ഷാ വിന്യാസത്തിന് നടുവിലായിരിക്കും പ്രതിയുമായുള്ള അന്വേഷണ സംഘത്തിന്റെ യാത്ര ഇവിടെ നിന്ന് അല്പസമയത്തിനകം ആരംഭിക്കുക. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകുന്നത്. ഈ ഡാൻ, ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണോ ഇന്ന് ഈ കോടതി നടപടികളൊക്കെ ആശുപത്രിയിലേക്ക് മാറ്റിയതും അവിടെ നിന്ന് റിമാൻഡ് ചെയ്യാനുള്ള നടപടിയിലേക്കും നീങ്ങിയത്? അതായത് ഈ മഞ്ഞപ്പിത്തമുണ്ട്, ഇയാൾക്ക് ഷാരൂഖ് സൈഫിക്ക് മഞ്ഞപ്പിത്തമുണ്ട് എന്ന തരത്തിലുള്ള ഒരു കണ്ടെത്തലായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് മജിസ്ട്രേറ്റ് രാവിലെ എത്തി സുമേഷ് രാവിലെ നേരിട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തി
കോടതി നടപടികൾ പൂർത്തിയാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ അദ്ദേഹം ഈ ആശുപത്രിയിലെത്തി ഈ നടപടികൾ പൂർത്തിയാക്കുന്നതിനിടയിലാണ് രക്തപരിശോധന അടക്കം ഫലം പുറത്തു വന്നത്. അതിലൊന്നും ആശങ്കപ്പെടേണ്ട തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് കണ്ടെത്തുകയായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഉന്നത ഉദ്യോഗസ്ഥരെ അടക്കം സ്ഥലത്ത് വിളിച്ചു വരുത്തിയത് ആശുപത്രി അധികൃതർ. അതിനുശേഷമായിരുന്നു മെഡിക്കൽ ബോർഡിന്റെ യോഗം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പങ്കെടുത്ത ഈ മെഡിക്കൽ ബോർഡിന്റെ യോഗത്തിലാണ് ഇവിടെ നിന്ന് പ്രതിയെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, ആരോഗ്യ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നില്ല എന്ന തരത്തിലുള്ള ഒരു സ്ഥിരീകരണം ഉണ്ടായത്. ആ ഒരു വിലയിരുത്തലുകളെ തുടർന്നാണ് ഇപ്പോൾ മറ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് പ്രതിയെ ഇവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള, അതായത് ഡിസ്ചാർജ് ചെയ്ത് മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കി അതിനുശേഷം ജയിലിലേക്ക് മാറ്റുന്നതിനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ പോലീസും ആശുപത്രി അധികൃതരും എത്തിയിരിക്കുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകുന്നത്. അല്പസമയത്തിനകം തന്നെ ഷാറൂഖ് സൈഫിയെ മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും. ശേഷം മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് എത്തിച്ച് അവിടെ നിന്ന് ജില്ലാ ജയിലിലേക്ക് മാറ്റാനുള്ള നടപടിക്രമങ്ങളാണ് വളരെ വേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കോടതി പരിസരത്ത് നിന്ന് അശ്വിൻ വല്ലത്തുകൂടി നമുക്കൊപ്പം ചേരുകയാണ്. അശ്വിന് ഈ ഭീകരവാദ ബന്ധമടക്കം അനുമാനിക്കുന്ന പ്രതിയാണ് എത്തിക്കുന്നത്. അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കേസിലെ പ്രതിയാണ്, എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതി. അത്രത്തോളം സുരക്ഷാ സന്നാഹങ്ങളുമായിട്ടാണ് അവിടേക്ക് പ്രതിയെ എത്തിക്കാൻ പോകുന്നത്. വളരെ വേഗം തന്നെ കോടതി നടപടികൾ പൂർത്തിയാക്കി ജയിലിലേക്ക് മാറ്റാനുള്ള നീക്കങ്ങൾ, അത്തരത്തിലുള്ള ഒരുക്കങ്ങളായിരിക്കും അവിടെ തയ്യാറാക്കിയിട്ടുണ്ടാവുക, അല്ലേ? ആര്യ, ജയിലിലേക്ക് മാറ്റുകയായിരിക്കില്ല, ഇന്ന് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അത് ഇന്ന് കോടതി അവധിയാണ്. പക്ഷേ കോടതി അവധിയാണെങ്കിൽ കൂടിയും 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുന്നിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. സാധാരണഗതിയിൽ ഓപ്പൺ കോർട്ടിലാണ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാറുള്ളത്. പക്ഷേ ഇന്ന് ഇപ്പോൾ ഈ കേസിന്റെ ഒരു അസാധാരണ സ്വഭാവമൊക്കെ പരിഗണിച്ചുകൊണ്ട് ഇന്ന് ഇത് മജിസ്ട്രേറ്റിന് മുന്നിൽ തന്നെ, മജിസ്ട്രേറ്റിന്റെ വസതിയിലെത്തി കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. ഇയാളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. അങ്ങനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണം എന്നൊരു ആവശ്യം ഉന്നയിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. 5 ദിവസത്തെ ചോദ്യം ചെയ്യൽ ആവശ്യമാണ് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷണ സംഘം മജിസ്ട്രേറ്റിനോട് പറയും. കാരണം ഇത് പ്രധാനപ്പെട്ട ഒരു കേസാണ്. അതിൽ വിവരശേഖരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണ്ടതുണ്ട്. മാത്രമല്ല അതിന് വിശദമായ ചോദ്യം ചെയ്യൽ വേണം. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നേരത്തെ നൽകിയ മൊഴികൾ പലതും പരസ്പര വിരുദ്ധമാണ്. അങ്ങനെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും എന്നുള്ള ഒരു വിവരം ലഭിക്കുന്നു. നേരത്തെ ഇയാളെ റിമാൻഡ് ചെയ്തതിനെ തുടർന്ന് ഇയാളെ നേരിട്ട് ജയിലിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന വിവരം. പക്ഷേ അതിൽ പിന്നീട് മാറ്റം വരുന്നു. ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാൻ അന്വേഷണ സംഘം തീരുമാനിക്കുന്നു. അത് മാത്രമല്ല ഇതിൽ കൊലക്കുറ്റം കൂടി ചുമത്തിയ ഒരു സാഹചര്യം, കേസിൽ കൊലക്കുറ്റം കൂടി ചുമത്തിയ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇന്ന് തന്നെ കസ്റ്റഡിയിലെടുത്ത് അതേപോലെ പോലീസ് കസ്റ്റഡിയിലേക്ക് മാറ്റി ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താനാണ് അന്വേഷണ സംഘം പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നേരത്തെ ഇയാളെ എത്തിച്ച മാലൂർ കുന്നിലെ AR ക്യാമ്പിൽ വെച്ച് തന്നെയായിരിക്കും ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. നേരത്തെ ഇയാളെ 14 ദിവസത്തേക്കാണ് ജുഡീഷ്യൽ കസ്റ്റഡി റിമാൻഡിൽ വിട്ടത്. പക്ഷേ അത് പിന്നീട് പോലീസ് അന്വേഷണ സംഘം ഈ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ആര്യ, ഇനിയിപ്പോൾ എത്ര ദിവസത്തേക്കായിരിക്കും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുക? ഈ തെളിവെടുപ്പടക്കമുള്ള നടപടിക്രമങ്ങളൊക്കെ നാളെ ആയിരിക്കും അങ്ങനെയെങ്കിൽ നടക്കുക, അല്ലേ? തീർച്ചയായും 5 ദിവസത്തേക്കായിരിക്കും കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുക. 5 ദിവസമെങ്കിലും ഇയാളെ ചോദ്യം ചെയ്യാൻ വിട്ടുകിട്ടണം എന്നുള്ളതായിരിക്കും അന്വേഷണ സംഘം ആവശ്യപ്പെടുക മജിസ്ട്രേറ്റിന് മുന്നിൽ. കസ്റ്റഡി അനുവദിക്കേണ്ടത് മജിസ്ട്രേറ്റാണ്. ഈ കേസിൻ്റെ ഒരു അസാധാരണ സാഹചര്യമൊക്കെ പരിഗണിച്ചാണ് ഈ മജിസ്ട്രേറ്റിന് മുന്നിൽ തന്നെ കൊണ്ടുവന്ന്, മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ തന്നെ കൊണ്ടുവന്ന് ഇപ്പോൾ കസ്റ്റഡി അപേക്ഷ നൽകുന്നത്. സാധാരണഗതിയിൽ ഓപ്പൺ കോർട്ടിലാണ്, കോടതിയുള്ള സമയങ്ങളിലാണ്. ഇന്ന് കോടതി അവധിയാണ്. സാധാരണ ഈ ഓപ്പൺ കോർട്ടിൽ മാത്രമാണ് കസ്റ്റഡി അപേക്ഷ നൽകാറുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി അവിടെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുന്നത് തന്നെ കേസിൻ്റെ ഒരു അസാധാരണ സ്വഭാവമൊക്കെ പരിഗണിച്ചുകൊണ്ടാണ്. ഇയാളെ കൂടുതൽ വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല കേസിൽ UAPA ചുമത്തും എന്നൊക്കെയുള്ള സൂചനകളുണ്ട്. UAPA ചുമത്തിയാൽ ഒരുപക്ഷെ NIA പോലുള്ള ഏജൻസികൾ കേസ് ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് അന്വേഷണം NIA പോലുള്ള ഏജൻസികളിലേക്ക് പോകും. അതിനു മുൻപ് തന്നെ കേസിൽ ഒരു വഴിത്തിരിവുണ്ടാക്കണം. അശ്വിൻ വല്ലത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മെഡിക്കൽ കോളേജിന് പുറത്തേക്ക് ഷാറൂഖ് സൈഫിയെ കൊണ്ടുവരികയാണ്. മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് എത്തിക്കാനുള്ള യാത്ര പുറപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വളരെ വലിയ സുരക്ഷാ സന്നാഹത്തിൽ ആണ് ഷാറൂഖ് സൈഫിയെ ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്തിറക്കി മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് കൊണ്ടുപോകുന്നത്.
ഡാൻ, ഇപ്പോൾ പ്രതിയുമായി അന്വേഷണ സംഘം കോടതിയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണല്ലേ? 4 പോലീസ് വാഹനങ്ങളുടെയും ഒപ്പം തന്നെ പോലീസ് ബസിന്റെയും അകമ്പടിയിൽ കനത്ത സുരക്ഷാ സംവിധാനങ്ങൾക്ക് നടുവിൽ സായുധ പോലീസ് സംഘത്തിന്റെ ഒപ്പമാണ് പ്രതിയുമായി അന്വേഷണ സംഘം ഇപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ആണ് എന്ന് ഏറെക്കുറെ നമുക്ക് അങ്ങനെ തന്നെ പറയേണ്ടി വരും. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അഭ്യൂഹങ്ങൾക്ക് വിരാമമായിരിക്കുന്നു. കനത്ത പോലീസ് ബന്ധത്തിൽ എലത്തൂർ ട്രെയിൻ തീവയ്പ് കേസിലെ പ്രതിയുമായി ഷാരൂഖ് സൈഫിയുമായുള്ള അന്വേഷണ സംഘത്തിന്റെ വാഹന വ്യൂഹം അല്പസമയം മുമ്പ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. വലിയ സുരക്ഷയാണ് ആശുപത്രി പരിസരത്തും ഈ വാഹനങ്ങൾ കടന്നു പോകുന്ന വഴിയിലും എല്ലാം പോലീസ് ഉറപ്പുവരുത്തിയിരിക്കുന്നത്. സായുധരായ പോലീസ് സംഘത്തിന്റെ അകമ്പടിയോടെയാണ് ഈ വാഹനം അവിടേക്ക് പോകുന്നത് എന്നത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. തുടർന്നങ്ങോട്ട് എന്ത് തരത്തിലുള്ള നടപടികളായിരിക്കും, അതായത് അശ്വിൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ചോദ്യം ചെയ്യലിലേക്കും തെളിവെടുപ്പിലേക്കും കടക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ മജിസ്ട്രേറ്റിന്റെ മുമ്പാകെ ഹാജരാക്കിയതിനു ശേഷമായിരിക്കും ഇതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തമായ ഒരു സ്ഥിരീകരണം ഉണ്ടാകുക. എന്തായാലും പ്രതിയുടെ മുഖം മൂടി ഉപയോഗിച്ച് കറുത്ത തുണി ഉപയോഗിച്ച് മറച്ചിരിക്കുകയാണ്. കണ്ണുകൾക്ക്, അതായത് കാണാൻ മാത്രം കഴിയുന്ന വിധത്തിൽ കണ്ണുകൾ മാത്രമാണ് പുറത്ത് കാണാൻ കഴിയുന്നത്. അത്തരത്തിൽ ആ തുണി ഉപയോഗിച്ച് മുഖം കംപ്ലീറ്റ് ആയിട്ട് മറച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ദൃക്സാക്ഷികളിൽ നിന്നടക്കം തെളിവെടുപ്പ് നടത്തേണ്ട സാഹചര്യം ഉൾപ്പെടെ നിലനിൽക്കുന്നതിനാലായിരിക്കാം അത്തരത്തിൽ മുഖം മറച്ചുകൊണ്ട് പോലീസ് കൃത്യമായി ഇയാളുടെ മുഖം വ്യക്തമാകാത്ത വിധത്തിൽ മാധ്യമങ്ങൾക്ക് കാണാൻ കഴിയാത്ത വിധത്തിൽ ഒരു ക്രമീകരണം ഒരുക്കി ഇവിടെ ഉണ്ട്. പോലീസ് വാഹനത്തിൽ ഇപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് പോയിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. എന്തായാലും കഴിഞ്ഞ ദിവസം പോലീസിന്റെ വ്യാപകമായ വിമർശനങ്ങൾക്ക് വഴിവെച്ച സുരക്ഷാ വീഴ്ചയുടെ കാര്യമടക്കം പരിഗണിച്ചുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ വലിയൊരു സുരക്ഷ, അതായത് സായുധ പോലീസ് സംഘം ഉൾപ്പെടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പരിസരത്ത് വിന്യസിക്കപ്പെട്ട ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞത് ഇപ്പോൾ നിലനിൽക്കുന്ന ഈ സുരക്ഷാ പ്രശ്നങ്ങൾ സംബന്ധിച്ച ആശങ്കകളുടെ കൂടി പശ്ചാത്തലത്തിലായിരിക്കും. എന്തായാലും അല്പസമയത്തിനകം, ഏതാണ്ട് 10 മിനിറ്റിനകം ഈ വാഹനം ഈ കോടതിയുടെ പരിസരത്തേക്ക് മജിസ്ട്രേറ്റിന്റെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ ഓഫീസിലേക്ക് എത്തിച്ചേരും. ആ കോടതി സമുച്ചയത്തും സമാനമായ രീതിയിൽ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ പോലീസ് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അവിടെ നിന്നായിരിക്കും ജയിലിലേക്ക് മാറ്റുമോ അതോ പോലീസ് ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി കസ്റ്റഡിയിൽ വാങ്ങുമോ എന്ന കാര്യത്തിലൊക്കെ വ്യക്തത ഉണ്ടാകില്ല. എന്തായാലും ഈ 2 സാധ്യതകളും തള്ളിക്കളയാൻ ആവില്ല. ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് മെഡിക്കൽ ബോർഡ് കൃത്യമായ നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നാൽ അത് സ്വാഭാവികമായി തന്നെ വ്യാഖ്യാനിക്കേണ്ടി വരും. അതോ മറിച്ച് ജയിലിലേക്ക് മാറ്റിയതിനു ശേഷം ഈ 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുകയായിരിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഏതാനും മിനിറ്റുകൾക്കകം വ്യക്തത വരും. എന്തായാലും കോഴിക്കോട് നഗരത്തിലെ വലിയ തിരക്കുള്ള വഴിയിലൂടെയാണ് ഈ സുരക്ഷാ സംവിധാനങ്ങൾക്ക് നടുവിൽ പ്രതിയുമായുള്ള പോലീസിന്റെ വാഹന വ്യൂഹം ഇപ്പോൾ യാത്രയാണ് ഡാനിത്. ഏതാണ്ട് 10 മിനിറ്റിനകം കോടതിയിലേക്ക് എത്തിച്ചേരും ഈ വാഹന വ്യൂഹം. പോലീസ് കൃത്യമായി ഗതാഗതം നിയന്ത്രിക്കുന്നുണ്ട് അവരുടെ വാഹനങ്ങൾക്ക് കടന്നു പോകുന്നതിന് വേണ്ടി. പക്ഷേ മാധ്യമ പ്രവർത്തകരുടെ വാഹനങ്ങൾ വളരെ കോൺഷ്യസ് ആയി ബോധപൂർവം അതിനൊപ്പം എത്താതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസ് തന്നെ കൃത്യമായ നീക്കം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് നടുവിൽ പ്രതിയുമായിട്ടുള്ള വാഹനം മിനിറ്റുകൾക്കകം തന്നെ കോടതിയിലേക്ക് എത്തും. നമുക്ക് തൊട്ട് പിന്നാലെ അവിടേക്ക് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട്. ഈ വാഹനത്തിനൊപ്പം എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ബോധപൂർവം തന്നെ പോലീസ് അത്തരത്തിലൊരു നടപടികളിലേക്കാണ് കടന്നിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ക്യാമറാമാൻ അടങ്ങുന്ന നമ്മുടെ സംഘം വിദഗ്ധമായി പ്രതിയുമായി പോകുന്ന വാഹനത്തിന്റെ തൊട്ട് സമീപത്തേക്ക് എത്തുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം നമുക്ക് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും. എന്തായാലും ഞങ്ങൾ ആ വാഹനത്തിന് തൊട്ടടുത്തേക്ക് എത്തിയിരിക്കുന്നു. നമ്മുടെ തൊട്ട് മുമ്പിലായി മാധ്യമപ്രവർത്തകരുടെ വാഹനങ്ങൾ, അതിന് മുമ്പിലായി പോലീസിന്റെ ബസ്സുണ്ട്. ആ ബസ്സിന്റെ മുമ്പിലാണ് പ്രതിയുമായി കനത്ത സുരക്ഷാ സംവിധാനങ്ങൾക്ക് നടുവിൽ അന്വേഷണ സംഘത്തിന്റെ വാഹനം മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വഴിയിലെങ്ങും വലിയ ഗതാഗത തിരക്കുണ്ട്. ആ തിരക്കുകൾക്ക് എല്ലാം ഇടയിലൂടെ ഈ വാഹനങ്ങൾക്ക് സുഗമമായി കടന്നു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണം പോലീസ് ഉറപ്പുവരുത്തിയിട്ടുമുണ്ട്. എന്തായാലും നമ്മുടെ തൊട്ടടുത്തേക്ക് പ്രതിയുമായി പോകുന്ന വാഹനത്തിന്റെ തൊട്ടടുത്തേക്ക് നമ്മുടെ വാഹനവും എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം പ്രതിയെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം അടക്കമുണ്ടായിട്ടുള്ള സുരക്ഷാ വീഴ്ച വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ച പശ്ചാത്തലത്തിലാണ് ഇന്ന് കണ്ടതുപോലെ സായുധ പോലീസ് സംഘത്തിന്റെ അകമ്പടിയോടെ ഇത്തരത്തിലൊരു വലിയ സുരക്ഷാ സംവിധാനങ്ങൾക്ക് നടുവിൽ പ്രതിയെ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ഹാജരാക്കുന്നതിന് വേണ്ടി കൊണ്ടുപോകുന്ന നടപടികളിലേക്ക് പോലീസും കടന്നിരിക്കുന്നത്. ആര്യ,
തീർച്ചയായും ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതിയെ അല്പസമയത്തിനകം തന്നെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. ആരോഗ്യനില തൃപ്തികരമാണെന്നുള്ള മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് വന്നതിന് ശേഷം ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി സായുധ പോലീസ് സംഘത്തിന്റെ അകമ്പടിയോടെ വളരെ സുരക്ഷാ വലയത്തിനുള്ളിൽ തന്നെ ഇപ്പോൾ ഷാറൂഖ് സൈഫിയെ കോടതിയിലേക്ക് എത്തിക്കുകയാണ്. 10 മിനിറ്റ് നേരം ദൈർഘ്യമുള്ള ഒരു യാത്രയാണ്. കോഴിക്കോടിന്റെ നഗരമധ്യത്തിലൂടെയാണ് ഈ സംഘം ഇപ്പോൾ വളരെ വലിയ സുരക്ഷാ സന്നാഹത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഇവർ കോടതിയിലേക്ക് എത്തിച്ചേരും. ഡാൻ കുര്യനും സംഘവും ഇവർക്കൊപ്പം പിന്നാലെ തന്നെയുണ്ട്. അനുമോദും ഈ സംഘത്തിനൊപ്പം തന്നെയുണ്ട്. അനുമോദിലേക്ക് പോകാം. അനുമോദ്, അല്പസമയത്തിനകം തന്നെ ഈ ഷാറൂഖ് സൈഫിയെ കോടതിയിലേക്ക് ഹാജരാക്കുകയാണ്. പിന്നീടുള്ള നടപടിക്രമങ്ങളുടെ ഒരു സൂചന എങ്ങനെയാണ് ലഭ്യമാകുന്നത്? ഒടുവിൽ നമുക്ക് വിവരം ലഭ്യമാകുമ്പോൾ ജയിലിലേക്ക് മാറ്റുകയായിരിക്കുമോ ഉണ്ടാവുക, അതോ കസ്റ്റഡിയിൽ വാങ്ങുകയായിരിക്കുമോ പോലീസ് ചെയ്യുക? ഷാറൂഖുമായിട്ടുള്ള വാഹനവ്യൂഹം ഇപ്പോൾ കോഴിക്കോട് നഗര ഹൃദയത്തിലേക്ക് കടന്നിരിക്കുന്നു. വലിയ ട്രാഫിക് ബ്ലോക്ക് അനുഭവപ്പെടുന്ന സമയമാണ്. നമ്മൾ തൊട്ട് മുൻപ് വരെ വാഹനത്തിനൊപ്പമായിരുന്നെങ്കിലും നിലവിൽ പോലീസിന്റെ വാഹനം നഗര ഹൃദയത്തിലേക്ക് കടന്നതോടെ വളരെ വേഗത്തിൽ കടന്നുപോയിരിക്കുകയാണ്. ഏതാണ്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ കോടതിയിലേക്ക് പോലീസിന്റെ വാഹനവ്യൂഹം എത്തിച്ചേരുന്നത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വലിയ ഗതാഗത തിരക്ക് അനുഭവപ്പെടുന്ന സമയമാണ്. വഴി മുഴുവൻ വാഹനങ്ങൾ നിറഞ്ഞിരിക്കുന്ന സമയമാണ്. ഈ തിരക്കിലൂടെയാണ് ഷാറൂഖ് സൈഫിയുമായി അതിവേഗത്തിൽ പോലീസിന്റെ വാഹനവ്യൂഹം കടന്നുപോയിരിക്കുന്നത്. നമുക്കറിയാൻ കഴിയുന്നത് പോലീസ് ഈ ഷാറൂഖ് സൈഫിയെ പ്രധാന പ്രതിയെ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നടപടികൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി കസ്റ്റഡിയിൽ വാങ്ങാൻ തന്നെയാണ് സാധ്യത. കാരണം ചോദ്യം ചെയ്യൽ അത് ഇനിയും തുടങ്ങിയിട്ടില്ല ശരിക്കും പോലീസിന്റെ ഭാഗത്തുനിന്നും. ഒപ്പം തന്നെ ഇയാളെ കൊണ്ടുള്ള തെളിവെടുപ്പ് അടക്കമുള്ള മറ്റു പ്രധാനപ്പെട്ട നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. നിലവിൽ ജയിലിലേക്ക് അയക്കാനായിരുന്നുവെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് തന്നെ പോലീസ് ജഡ്ജിയുടെ അടുത്തെത്തി പ്രൊഡക്ഷൻ വാറന്റ് വാങ്ങിക്കേണ്ടതും അതേപോലെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കേണ്ടതുമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവുമായിരുന്നില്ല. നിലവിൽ അവർക്ക് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാൻ തന്നെയാണ് പോലീസ് ഇപ്പോൾ തിടുക്കപ്പെട്ട് ഷാറൂഖ് സൈഫിയെ കോടതിയിൽ ഹാജരാക്കുന്നത്. സാധാരണഗതിയിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ സമർപ്പിച്ച് വിട്ടുകഴിഞ്ഞാൽ അവധി ദിവസങ്ങളാണെങ്കിൽ ആ അവധി ദിവസം കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ കോർട്ടിൽ ചെന്ന് ഈ പ്രതിയെ വാങ്ങുന്ന പ്രൊഡക്ഷൻ വാറന്റ് സമർപ്പിച്ച് പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുന്ന പതിവാണുള്ളത്. പക്ഷേ ഇത് അസാധാരണ കേസാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ്. രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന കേസാണ്. ദേശീയ സുരക്ഷാ ഏജൻസിയടക്കം അന്വേഷിക്കുന്ന കേസാണ്. അതുകൊണ്ട് തന്നെ ഒരു നിമിഷം പോലും ഇതിൽ കളയാനില്ലാതെ പോലീസ് നടപടികൾ വളരെ വേഗത്തിൽ തന്നെ പുരോഗമിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ കോടതിയിൽ മജിസ്ട്രേറ്റ് നേരിട്ടെത്തി ഇയാളുടെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ട പ്രതിയെ മണിക്കൂറുകൾക്ക് ശേഷം കോടതിയിൽ മുമ്പിൽ ഹാജരാക്കി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാൻ അപേക്ഷ നൽകിയിരിക്കുന്നത്. അതിന്റെ നടപടികളാണ് ഇപ്പോൾ പൂർത്തിയാകുന്നത്. നമുക്ക് അറിയാൻ ലഭിക്കുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ ഈ പ്രതിയെ പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെ ഇന്ന് കോടതി വിടാൻ സാധ്യതയുണ്ട്. 5 ദിവസത്തെ കസ്റ്റഡിക്കായിരിക്കും പോലീസ് അപേക്ഷ സമർപ്പിക്കുക. പ്രധാനമായിട്ടും പോലീസ് ക്ലബിലോ അല്ലെങ്കിൽ എയർ ക്യാമ്പിലോ വെച്ചായിരിക്കും ചോദ്യം ചെയ്യൽ നടപടികൾ ഉണ്ടാവുക. അതിനുശേഷം തെളിവെടുപ്പ് എന്താണെങ്കിലും അടുത്ത ദിവസമായിരിക്കും നടത്തുക. ഈ തെളിവെടുപ്പിനെ കുറിച്ച് സാധാരണ പോലീസ് മറ്റ് കേസിലെ പ്രതികളെ തെളിവെടുപ്പിന് കൊണ്ടുപോകുന്ന തരത്തിൽ ഒരിക്കലും ഷാറൂഖ് സൈഫിയെ കൊണ്ടുപോകുമെന്ന് പറയാനാകില്ല. കാരണം നിലവിൽ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും നിരവധി വീഴ്ചകൾ ഉണ്ടായതായിട്ട് ദേശീയ സുരക്ഷാ ഏജൻസിക്ക് അടക്കം പരാതികളുണ്ട്. അപ്പോൾ അത്തരത്തിൽ മാധ്യമങ്ങളുടെ ശ്രദ്ധ കിട്ടാത്ത രീതിയിൽ മാധ്യമങ്ങളുടെ മുൻപിൽ ഈ ഷാറൂഖ് സൈഫിയുടെ മുഖമോ അയാളെയോ കാണുന്ന രീതിയിലല്ലാതെ അത്തരത്തിൽ ആളുകൾ അധികം അറിയാതെ അത്തരത്തിലായിരിക്കും തെളിവെടുപ്പിനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. തീർച്ചയായിട്ടും പോലീസ് ഇക്കാര്യത്തിൽ കാണിക്കുന്നത് മാധ്യമങ്ങളിൽ നിന്നും ഇയാളെ അകറ്റി നിർത്തി നടപടികൾ പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ്. അത് അവരുടെ നിയമ നടപടികളുടെ ഭാഗമായിട്ട് തന്നെയാണ്. കാരണം തിരിച്ചറിയൽ പരേഡ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കണമെങ്കിൽ ഇയാളുടെ മുഖം പുറത്തു വരാതിരിക്കണം. എങ്കിൽ മാത്രമേ നിയമപരമായിട്ട് അത് കോടതിയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടാവുകയുള്ളൂ. ആ ഒരു ഘട്ടത്തിലാണ് പോലീസ് ഇപ്പോൾ ഇത്തരത്തിൽ ദ്രുതഗതിയിൽ അതിവേഗത്തിൽ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. സാധാരണ കേസുകളിൽ കാണിക്കാത്തത്ര ശ്രദ്ധ, അത്ര വേഗത
ഈ ഒരു കേസിൽ പോലീസ് കാണിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണവും ഇത് തന്നെയാണ്. ഇപ്പോൾ ഈ പ്രതിയുമായി പോകുന്ന പോലീസ് വാഹന വ്യൂഹത്തിനൊപ്പം ഞങ്ങളുടെ പ്രതിനിധി ഡാൻ കുര്യൻ കൂടിയുണ്ട്. ഡാൻ കുര്യൻ, ഇപ്പോൾ എവിടെ എത്തി, എത്ര സമയത്തിനകം പ്രതിയെ കോടതിയിൽ എത്തിക്കുമെന്നാണ് കരുതേണ്ടത്? സുരക്ഷാ സംവിധാനം നേരത്തെ നമുക്കറിയാം ഒരു വീഴ്ച പോലീസിന് പറ്റിയിട്ടുണ്ട്, ഇത്തവണ അതിനുവേണ്ട മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട് എന്നതും വ്യക്തമാണ്. ഇപ്പോൾ എവിടെ എത്തി സംഘം, എങ്ങനെ പോകുന്നു, സുരക്ഷാ സംവിധാനങ്ങൾ എത്രമാത്രം കാര്യക്ഷമമാണ്? മനു, വലിയ തിരക്കുള്ള സമയമാണ്. കോഴിക്കോട് നഗരം വലിയ തിരക്കിൽ വാഹനങ്ങളുടെ വലിയൊരു നിര തന്നെ നിരത്തുകളിൽ ഉള്ള സമയമാണ്. ഈ സമയത്താണ് ഈ വാഹനവുമായിട്ട് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ഈ വലിയ സുരക്ഷാ സംവിധാനങ്ങളുടെ അകമ്പടിയിൽ ഷാരൂഖ് സൈഫിയുമായുള്ള അന്വേഷണ സംഘത്തിന്റെ വാഹനം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് 3-4 മിനിറ്റിനകം ആ കോടതിക്കുള്ളിലേക്ക്, കോടതി കവാടത്തിനുള്ളിലേക്ക് ഈ വാഹനം എത്തും എന്ന സൂചന തന്നെയാണ് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കോടതിയിൽ നിന്നുള്ള മറ്റ് നടപടികൾ അത് എത്രയും വേഗത്തിൽ പൂർത്തിയാക്കി രാവിലെ മജിസ്ട്രേറ്റ് ഈ ആശുപത്രിയിലെത്തി ഷാരൂഖ് സൈഫിയെ കണ്ടതാണ്. അവിടെ നിന്ന് മറ്റ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായ ഏതാനും നടപടിക്രമങ്ങൾ മാത്രമേ മജിസ്ട്രേറ്റ് കോടതി വളപ്പിൽ ബാക്കിയാകുന്നുള്ളൂ. അവിടെ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ പ്രകാരം പോലീസ് കസ്റ്റഡിയിലേക്ക് വാങ്ങുന്നതിനുള്ള വലിയ സാധ്യത, ആ സാധ്യത തന്നെയാണ് ഏറ്റവും ആദ്യം നമ്മൾ എടുത്തു പറയേണ്ടത്. അങ്ങനെയാണെങ്കിൽ വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുക എന്ന നിർണായകമായ ഒരു തീരുമാനം തന്നെയായിരിക്കും ഉണ്ടാകുക. എന്തായാലും മുഖ്യമന്ത്രി അടക്കം ഇന്ന് ഈ കേസിന്റെ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ഉന്നത ഉദ്യോഗസ്ഥരുമായി നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം കൂടി നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ അതീവ ഗൗരവത്തോടെ തന്നെയാണ് ഈ കേസിന്റെ തുടർ നടപടികളെ പോലീസും നോക്കിക്കാണുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കുന്നതിന് പിന്നാലെ പ്രതിക്കെതിരെ UAPA ചുമത്തണമോ എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു തീരുമാനം കേരള പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അങ്ങനെ UAPA ചുമത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പിന്നെ അങ്ങോട്ട് ഈ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്നത് ദേശീയ അന്വേഷണ ഏജൻസി ആയിരിക്കും. തുടർ നടപടികളൊക്കെ ഏകോപിപ്പിക്കുന്നതും അവർ തന്നെയായിരിക്കും. അതിന്റെ ഭാഗമായി തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ കൊച്ചി യൂണിറ്റിൽ നിന്നടക്കമുള്ള ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കോഴിക്കോട് ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ തുടർ നടപടികൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം കോടതി കവാടത്തിലേക്ക് ഈ പ്രതിയുമായുള്ള ഷാരൂഖ് സൈഫിയുമായുള്ള അന്വേഷണ സംഘത്തിന്റെ വാഹന വ്യൂഹം എത്തും. നമ്മുടെ വാഹനങ്ങൾ തൊട്ട് പിന്നാലെ തന്നെ അതിനെ അനുഗമിക്കുന്നുണ്ട്. എന്തായാലും ആ നടപടിക്രമങ്ങൾ പൂർത്തിയായതിന് പിന്നാലെ എവിടേക്കായിരിക്കും പ്രതിയെ ചോദ്യം ചെയ്യലായി കസ്റ്റഡിയിൽ പോലീസ് വാങ്ങിയാൽ മാറ്റുക എന്ന കാര്യത്തിലടക്കം വ്യക്തത വരിക കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷമായിരിക്കും. 2 സ്ഥലങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന പ്രകാരം. അതിലൊന്ന് എയർ ക്യാമ്പ്, മറ്റൊന്ന് പോലീസ് ക്ലബ്ബ്. ഒരു പക്ഷേ എയർ ക്യാമ്പിൽ വെച്ച് തന്നെ, കാരണം പോലീസിന്റെ മറ്റ് സംവിധാനങ്ങളെല്ലാം സൗകര്യപൂർവ്വം വാഹനവ്യൂഹം ഇപ്പോൾ കോടതി പരിസരത്ത് എത്തി എന്നതാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇപ്പോൾ ഈ കേസിലെ പ്രതിയെ കോടതിയിൽ എത്തിച്ചിരിക്കുന്നു. മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിൽ ഞങ്ങളുടെ പ്രതിനിധി അശ്വിൻ ഉണ്ട്. അശ്വിൻ, ഷാരൂഖ് സൈഫിയെ ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിൽ എത്തിച്ചിരിക്കുന്നു. കോടതിയിലെ സുരക്ഷാ സംവിധാനങ്ങൾ ഏത് വിധത്തിൽ ആണ് ഒരുക്കിയിട്ടുള്ളത്? എത്ര പെട്ടെന്ന് പ്രതിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ എത്തിക്കും? എത്ര ദിവസത്തേക്കുള്ള കസ്റ്റഡി കാലാവധിയായിരിക്കും സമർപ്പിക്കുക? അങ്ങനെ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? മനു, കനത്ത പോലീസ് കാവലിലാണ് ഷാരൂഖ് സൈഫിയെ കോടതിയിൽ എത്തിച്ചിരിക്കുന്നത്. 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഷാരൂഖ് സൈഫിയെ ഹാജരാക്കും. ഇന്ന് കോടതി അവധിയാണ്. കോടതി അവധിയായിട്ടും സാധാരണ തുറന്ന കോടതിയിൽ ഓപ്പൺ കോർട്ടിൽ മാത്രമാണ് കസ്റ്റഡി അപേക്ഷ നൽകുക. പക്ഷേ കോടതി അവധിയായിട്ടും ഇന്ന് ഷാരൂഖ് സൈഫിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ മജിസ്ട്രേറ്റിന്റെ ചാമ്പറിൽ ഹാജരാക്കുകയാണ്. അതിനർത്ഥം അത്രയ്ക്ക് അസാധാരണമായ നടപടിക്രമങ്ങളിലേക്കാണ് പോലീസ് കടക്കുന്നത്. ആദ്യഘട്ടത്തിൽ പോലീസ് ഉദ്ദേശിച്ചിരുന്നത് തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കാം, അതിനുശേഷം കസ്റ്റഡി അപേക്ഷ നൽകാം എന്നുള്ളതായിരുന്നു. അങ്ങനെ ജയിലിലേക്ക് അയക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിരുന്നതാണ്. പക്ഷേ അവിടെ നിന്നാണ് പിന്നീട് അങ്ങോട്ടേക്ക് ഷാരൂഖിനെ അടിയന്തരമായി കസ്റ്റഡിയിൽ വാങ്ങണം എന്നുള്ള നിലയിലേക്ക് തീരുമാനം മാറുന്നത്. അങ്ങനെ ഇന്ന് ഷാരൂഖിനായുള്ള കസ്റ്റഡി അപേക്ഷ നൽകും. 14 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് നൽകുക. നേരത്തെ 14 ദിവസത്തേക്കാണ് ഷാരൂഖിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത്, അതായത് റിമാൻഡ് ചെയ്തത്. പക്ഷേ 14 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ ഇന്ന് അന്വേഷണ സംഘം സമർപ്പിക്കുകയാണ്. മജിസ്ട്രേറ്റിന് മുന്നിൽ അന്വേഷണ സംഘം പറയുന്നത് ഇതാണ്:
ഈ നിർണായകമായ രാജ്യത്ത് തന്നെ ഒട്ടേറെ കോളിളക്കം ഉണ്ടാക്കിയ കേസാണ്. അങ്ങനെ വളരെ സെൻസിറ്റീവായ കേസാണ്. അതുകൊണ്ട് ഇതിൽ ഇനി എന്തെങ്കിലും കേസ് മുന്നോട്ടേക്ക് പോകണമെങ്കിൽ, അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ ഇയാളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. നേരത്തെ നടത്തിയ ചോദ്യം ചെയ്യലെല്ലാം, പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യലെല്ലാം ഇയാൾ പരസ്പര വിരുദ്ധമായ മൊഴികളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിശദമായ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും നടത്തിയാൽ മാത്രമേ, പ്രതിയോടൊത്തുള്ള തെളിവെടുപ്പും നടത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഈ കേസ് ഇനി മുന്നോട്ടേക്ക് പോവുകയുള്ളൂ. അതുകൊണ്ട് ഇയാളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാതെ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഇവർ ബോധിപ്പിക്കും, അന്വേഷണ സംഘം ബോധിപ്പിക്കും. അങ്ങനെ സ്വാഭാവികമായിട്ടും കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ തന്നെയാണ് സാധ്യത. അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കസ്റ്റഡിയിൽ വിട്ടുകിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മാലൂർ കുന്നിലെ AR ക്യാമ്പിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചായിരിക്കും ബാക്കി ചോദ്യം ചെയ്യൽ. ഇന്ന് തെളിവെടുപ്പ് ഉണ്ടാവില്ല, ഇന്ന് ചോദ്യം ചെയ്യലായിരിക്കും. നേരത്തെ തന്നെ ഈ അന്വേഷണ സംഘം ഒരു ചോദ്യാവലി തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇയാളോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ, നേരത്തെ ഇയാൾ പറഞ്ഞ ഉത്തരങ്ങൾ, അത് അനുസരിച്ചുള്ള ചോദ്യാവലി തയ്യാറാക്കിയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം, ഇയാൾ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നില്ല എന്നുള്ളതായിരുന്നു. മൊഴി ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു, പരസ്പര വിരുദ്ധമായി കാര്യങ്ങൾ പറയുന്നു. ഇതൊക്കെയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നം. പക്ഷേ ഈ കാര്യത്തിൽ അന്വേഷണ സംഘം ഒരു ചോദ്യാവലി തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇയാൾ ഒറ്റയ്ക്കാണ് ഈ കൃത്യം നടത്തിയതെന്ന് അന്വേഷണ സംഘം വിശ്വസിക്കുന്നില്ല. ആരുടെയെങ്കിലും സഹായമുണ്ടോ, പിന്നിൽ ഏതെങ്കിലും സംഘടനയുണ്ടോ, ഇങ്ങനെ നിരവധി കാര്യങ്ങളിൽ ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. മാത്രമല്ല UAPA ചുമത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കണമെങ്കിൽ വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമുണ്ട്. ഇയാൾക്കെതിരെയുള്ള തെളിവുകൾ ഉൾപ്പെടെ ശേഖരിക്കേണ്ടതുണ്ട്. അങ്ങനെ ഈ കേസ് അന്വേഷണം മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇയാളെ കസ്റ്റഡിയിൽ ലഭിക്കാതെ മറ്റു നിവൃത്തിയില്ല എന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുന്നത്. അസാധാരണമായ സാഹചര്യം എന്ന് തന്നെ പറയാം. സാധാരണ ഓപ്പൺ കോർട്ടിൽ സമർപ്പിക്കുന്ന കസ്റ്റഡി അപേക്ഷ ഇന്നിപ്പോൾ മജിസ്ട്രേറ്റിന്റെ ചേംബറിൽ ഇയാളെ ഹാജരാക്കിയതിനു ശേഷം കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുകയാണ്. നേരത്തെ ഇയാളെ ജയിലിലേക്ക് അയക്കാനായിരുന്നു, റിമാൻഡിൽ ജയിലിലേക്ക് അയക്കാനായിരുന്നു തീരുമാനമെങ്കിൽ അതിൽ മാറ്റം വരുന്നു. ഇന്ന് മുഖ്യമന്ത്രിയുമായി ഈ അന്വേഷണ സംഘത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. നേരത്തെ ഇയാളെ റിമാൻഡിൽ വിടാനായിരുന്നു തീരുമാനമെങ്കിൽ ഈ തരത്തിൽ ജയിലിലേക്ക് അയക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിരുന്നതാണ്. പക്ഷേ പിന്നീട് അങ്ങോട്ടേക്ക് കസ്റ്റഡി വാങ്ങണം എന്നുള്ള നിലയ്ക്ക് തീരുമാനമുണ്ടാവുന്നു. ഏതായാലും കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം വിശദമായ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടാവും. അതിനുള്ള നടപടിക്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. 14 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെടും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എത്ര ദിവസം അനുവദിക്കണം എന്നുള്ളത് മജിസ്ട്രേറ്റാണ് തീരുമാനിക്കുന്നത്. കസ്റ്റഡി നൽകണമോ, എത്ര ദിവസം അനുവദിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാവും. സ്വാഭാവികമായിട്ടും 14 ദിവസത്തേക്ക് വിടാൻ തന്നെയാണ് സാധ്യത. കാരണം അത്ര കണ്ട് സെൻസിറ്റീവായ ഒരു കേസാണ്. ഇതിൽ വിശദമായ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും ഒക്കെ ആവശ്യമുണ്ട്. അതുകൊണ്ട് കസ്റ്റഡി അനുവദിക്കാൻ തന്നെയാണ് സാധ്യത. പക്ഷേ കസ്റ്റഡി അനുവദിച്ചു കഴിഞ്ഞാൽ ഇന്ന് പക്ഷേ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും. തെളിവെടുപ്പ് എപ്പോഴായിരിക്കും, ഇയാളുമായുള്ള തെളിവെടുപ്പ് എപ്പോഴായിരിക്കും എന്നതിൽ വ്യക്തതയില്ല. ഈ ഷാറൂഖിന്റെ ആരോഗ്യസ്ഥിതിയിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ആരോഗ്യസ്ഥിതി ഒക്കെയാണ് എന്ന തരത്തിലാണ് മെഡിക്കൽ ബോർഡ് വിലയിരുത്തിയിട്ടുള്ളത്. ആരോഗ്യനില തൃപ്തികരമായ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ അന്വേഷണത്തിലേക്ക് കടക്കാൻ പോലീസിന് കഴിയും എന്ന് നമുക്ക് കരുതുകയും ചെയ്യാം. ഇവിടെ ഒരു പ്രധാന ഘടകമായി വരുന്നത് ഈ UAPA സംബന്ധിച്ചുള്ള കാര്യമാണ്. അതിന് ഈ കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കേണ്ടതുണ്ടോ പോലീസിന്? അതിനു മുന്നേ തന്നെ അത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു അനുമാനത്തിലെത്തുകയും ആ UAPA ചുമത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുകയും ചെയ്യും എന്ന് കരുതേണ്ടതുണ്ടോ? ഈ 14 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ സ്വാഭാവികമായും ഇത്തരം ഘട്ടങ്ങളിൽ കോടതി അനുവദിക്കാറുള്ളതാണ്. കാരണം ഇത് അത്രയും അശ്വിൻ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തിൻ്റെ തന്നെ സുരക്ഷയെ സംബന്ധിക്കുന്ന അത്ര ഭീകരമായൊരു പ്രശ്നവും ആണ്. അതുകൊണ്ട് തന്നെ കസ്റ്റഡി കാലാവധി കൂടുതൽ സമയത്തേക്ക് കിട്ടും. പക്ഷേ അത്രയും ദൈർഘ്യം നമുക്ക് ഈ UAPA കേസ് ചുമത്തുന്നതിനെ സംബന്ധിച്ച് വേണ്ടിവരുമോ? അതിനു മുമ്പ് അതിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്ന് കരുതേണ്ടതുണ്ടോ? ഈ കേസിൽ UAPA ചുമത്തും എന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ UAPA ചുമത്താൻ വേണ്ട ആവശ്യമായ തെളിവുകളും മൊഴികളും ഒക്കെ ലഭിക്കേണ്ടതുണ്ട്. ഇയാൾ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന മൊഴി ആദ്യം മറ്റാരുടെയോ പ്രേരണയാൽ ഈ കൃത്യം ചെയ്തു, ഈ ആക്രമണം നടത്തിയെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ആ മൊഴി മാറ്റുന്ന സ്ഥിതിയുണ്ടായി. അങ്ങനെ ഇയാളുടെ മൊഴിയിലെ തന്നെ പരസ്പര വൈരുദ്ധ്യമാണ് ഒരു പ്രശ്നം. മറ്റൊന്ന്, ഇയാൾക്ക് ഏതെങ്കിലും അത്തരത്തിലുള്ള സംഘടനകളോട് ഇയാൾക്ക് ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. അങ്ങനെയുള്ള തെളിവുകളൊക്കെ തന്നെ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാളെ ഇപ്പോൾ ഹാജരാക്കുന്ന സമയത്ത് തന്നെ മറ്റുള്ള കാര്യങ്ങൾ, ഇയാളുടെ ഫോൺ രേഖകൾ, അതേപോലെ തന്നെ ഇയാൾ മുൻപ് ഇയാളുടെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആ വഴിക്കും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. അങ്ങനെ ഇയാൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് UAPA ചുമത്തുന്നതിൽ താമസമുണ്ടാവില്ല. പക്ഷേ UAPA ചുമത്തിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടേക്ക് അന്വേഷണം NIA ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കയ്യിൽ നിന്ന് അന്വേഷണം മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ NIA അന്വേഷണം ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. അതിനു മുൻപ് തന്നെ NIA കൂടെ അന്വേഷണം ഏറ്റെടുക്കാൻ സാധ്യതയുള്ള ഒരു കേസായതുകൊണ്ട് കൂടിയാണ് ഇത്ര തിരക്ക് പിടിച്ച് ഈ കേസിൽ കസ്റ്റഡി
അപേക്ഷ നൽകുന്നത്. ആ കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെ തിരക്ക് പിടിച്ച് തിങ്കളാഴ്ച ആദ്യം നൽകുമെന്ന് കരുതിയിരുന്ന, ആദ്യം കണക്കൂട്ടിയിരുന്ന തിങ്കളാഴ്ച നൽകുമെന്ന് കരുതിയിരുന്ന കസ്റ്റഡി അപേക്ഷ ഇന്ന് കോടതി അവധിയായിട്ടും അന്വേഷണ സംഘം നൽകാനുള്ള ഒരു കാരണം അതുകൂടിയാണ്. കാരണം എത്രയും പെട്ടെന്ന് ഇയാളെ ചോദ്യം ചെയ്യലും അതേപോലെ തന്നെ തെളിവെടുപ്പും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. കാരണം ഈ കേസിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാവണമെങ്കിൽ ഇയാളെ ചോദ്യം ചെയ്തേ മതിയാവുള്ളൂ. കാരണം ആദ്യം നടത്തിയ ചോദ്യം ചെയ്യലിൽ ഇയാളെ കേരള പോലീസിന് പ്രത്യേക അന്വേഷണ സംഘത്തിന് കസ്റ്റഡിയിൽ ലഭിച്ചതിന് ശേഷം 3 മണിക്കൂർ സമയം മാത്രമാണ് ചോദ്യം ചെയ്യാൻ ലഭിച്ചിട്ടുള്ളത്. ആ സമയത്ത് തന്നെ ഇയാൾ നൽകിയ മൊഴിയിൽ പരസ്പര വൈരുദ്ധ്യമുണ്ട്. പല കാര്യങ്ങളും പോലീസിന് ഞെട്ടിച്ച മൊഴി വരെയുണ്ട്. ഇതേ ട്രെയിനിൽ കണ്ണൂർ വരെ യാത്ര ചെയ്തതെന്നൊക്കെയുള്ള മൊഴിയുണ്ട്. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ, കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ഒളിച്ചിരുന്നു എന്നൊക്കെ ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. മാത്രമല്ല എവിടെ വെച്ചാണ് പെട്രോൾ വാങ്ങിയത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. അതുകൊണ്ട് വിശദമായ ചോദ്യം ചെയ്യൽ തന്നെ വേണം എന്നുള്ള നിലയ്ക്കാണ് അന്വേഷണ സംഘം. കോടതി നടപടികൾ ഇപ്പോൾ ഏത് തരത്തിലാണ് പുരോഗമിക്കുന്നത്? അശ്വിൻ, ഈ ATS നൽകിയിട്ടുള്ള വിവരങ്ങൾ അത് ഈ കോടതിയിൽ ഇപ്പോൾ പോലീസ് ഇത് സംബന്ധിച്ചുള്ള റിമാൻഡ് റിപ്പോർട്ടിൽ സമർപ്പിക്കുമോ? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? ATS നേരത്തെ സ്ഥിരീകരിച്ചിരുന്നല്ലോ ഇയാൾക്ക് തീവ്രവാദ ബന്ധം ഉണ്ട് എന്ന കാര്യത്തിൽ. അപ്പോൾ ഈ റിമാൻഡ് റിപ്പോർട്ടും അതുപോലുള്ള വിഷയങ്ങളിലും ഈ ATSന്റെ ഈ കണ്ടെത്തൽ പരാമർശിക്കപ്പെടുമെന്ന് നമുക്ക് കരുതാനാകുമോ? ഈ കോടതി നടപടികൾ എത്ര സമയമെടുക്കുമെന്നാണ് കരുതുന്നത്? മനു മജിസ്ട്രേറ്റിന്റെ ചേംബറിലാണ് ഹാജരാക്കിയിരിക്കുന്നത്. അത് വളരെ പെട്ടെന്ന് തന്നെ തീരാനാണ് സാധ്യത. ഇന്ന് രാവിലെ നമുക്കറിയാം, ഇന്ന് രാവിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അദ്ദേഹം എത്തി ഈ പ്രതിയുടെ റിമാൻഡ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കിയതാണ്. ഇനിയിപ്പോൾ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നു. അക്കാര്യത്തിൽ കസ്റ്റഡിയിൽ വിടണമോ വേണ്ടിയോ എന്നുള്ള കാര്യത്തിൽ മജിസ്ട്രേറ്റ് തീരുമാനമെടുക്കുന്നു. വളരെ പെട്ടെന്ന് തീരേണ്ട നടപടിക്രമങ്ങൾ മാത്രമാണുള്ളത്. അത് വളരെ വേഗം തന്നെ പൂർത്തിയാക്കും എന്ന് മനസ്സിലാക്കുന്നു. ഇത് കസ്റ്റഡി അപേക്ഷയുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം 14 ദിവസത്തെ കസ്റ്റഡി അന്വേഷണ സംഘം ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. മറ്റു വിശദാംശങ്ങൾ, കസ്റ്റഡി അപേക്ഷയുടെ മറ്റു വിശദാംശങ്ങൾ ലഭ്യമാവേണ്ടതുണ്ട്. കസ്റ്റഡി അപേക്ഷയിൽ ഇയാളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനും അതേപോലെ തന്നെ ഇന്ന് തന്നെ കസ്റ്റഡി ആവശ്യപ്പെടാനും ഒക്കെയുള്ള കാരണങ്ങൾ അന്വേഷണ സംഘം സൂചിപ്പിച്ചിട്ടുണ്ടാവണം. ആ കാര്യങ്ങളിലേക്കും ആ വിശദാംശങ്ങളും ഒക്കെ നമുക്ക് ലഭ്യമാവേണ്ടതുണ്ട്. പ്രാഥമികമായിട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം 14 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് SV മനേഷിന് മുന്നിലാണ് ഇയാളെ ഹാജരാക്കിയിരിക്കുന്നത്. അത് കോടതിയിലല്ല, ജഡ്ജിയുടെ ചേംബറിലാണ് ഹാജരാക്കിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഇങ്ങനെ ഈ കോടതിയിലല്ലാതെ ജഡ്ജിയുടെ ചേംബറിൽ കസ്റ്റഡി അപേക്ഷയുമായി അന്വേഷണ സംഘം എത്തുമ്പോൾ തന്നെ ഈ കേസിന്റെ ഒരു അസാധാരണ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സാധാരണ നിലയ്ക്ക് തുറന്ന കോടതിയിൽ മാത്രം നടത്താറുള്ള കസ്റ്റഡി അപേക്ഷ, തുറന്ന കോടതിയിൽ ഉണ്ടാവാറുള്ള കസ്റ്റഡി അപേക്ഷ ഇന്ന് ജഡ്ജിയുടെ ചേംബറിൽ നടത്തുമ്പോൾ തന്നെ നമുക്കറിയാം ആ അസാധാരണ സാഹചര്യം പാഴാക്കാൻ സമയമില്ല. ഒരുപക്ഷെ ഇയാൾക്ക് പിന്നിൽ മറ്റേതെങ്കിലും സംഘടനയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആളുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ രക്ഷപ്പെടാനുള്ള സാഹചര്യം ഇതൊക്കെ തന്നെ ഈ കസ്റ്റഡി അപേക്ഷയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഈ സാഹചര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് കൂടിയാണ് ഇപ്പോൾ ഇയാളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണം എന്നുള്ള ഒരു അപേക്ഷയുമായിട്ട് അന്വേഷണ സംഘം എത്തുന്നത്. സ്വാഭാവികമായിട്ടും കസ്റ്റഡി അനുവദിക്കും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. 14 ദിവസത്തെ കസ്റ്റഡിയാണ് ആവശ്യപ്പെടുന്നത്. എത്ര ദിവസം അനുവദിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ ഇനി വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ ഇന്ന് കസ്റ്റഡി ലഭിച്ചു കഴിഞ്ഞാൽ ഇയാളുമായിട്ട് നേരെ മാലൂർക്കുന്നിലെ AR ക്യാമ്പിലേക്ക് അന്വേഷണ സംഘം പോകും. അവിടെ വെച്ച് 18 അംഗ പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. സംയുക്ത അന്വേഷണ സംഘമാണ്. അതിൽ ATS ഉണ്ട്, ക്രൈംബ്രാഞ്ച് ഉണ്ട്, അതേപോലെ തന്നെ RPF ഉണ്ട്. ഇങ്ങനെ സംയുക്ത അന്വേഷണ സംഘമാണ് ഇത് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് ഈ മാലൂർക്കുന്നിൽ ഇന്ന് ചോദ്യം ചെയ്യലുണ്ടാവും. ഇന്ന് തെളിവെടുപ്പുണ്ടാവില്ല. അടുത്ത ദിവസങ്ങളിലായിരിക്കും തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. ഏതായാലും കോടതി നടപടികൾ പുരോഗമിക്കുകയാണ്. ജഡ്ജിയുടെ ചേംബറിലാണ് ഇപ്പോഴുള്ളത്. ചേംബറിൽ ഈ കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ്. ഇയാളെ ഹാജരാക്കിയിരിക്കുകയാണ്. പ്രൊഡക്ഷൻ വാറന്റ് ഉള്ളതുകൊണ്ട് ഇയാളെ ഹാജരാക്കിയിരിക്കുകയാണ്. അതിനുശേഷം ഈ കാര്യത്തിൽ തീരുമാനം അല്പസമയത്തിനകം തന്നെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അശ്വിൻ, കോടതിയിൽ ഇന്നിപ്പോൾ അവധിയായതുകൊണ്ട് സ്വാഭാവികമായും അവിടെ തിരക്കൊന്നും മറ്റ് കേസിനെത്തിയ ആളുകളുടെ തിരക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. കുറെ കൂടി പോലീസിന് സൗകര്യപൂർവ്വം ഇന്ന് പ്രതിയെ ഹാജരാക്കാൻ കഴിയും എന്നത് ഒരു പ്രധാന കാര്യമാണ്. കാരണം നേരത്തെ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായി. പോലീസിന്റെ ടയർ പഞ്ചറായി പ്രതിയുമായി വരുമ്പോൾ ഇത്തരം കേസുകളിലെ പ്രതികളെ കോടതിയിൽ എത്തിക്കുന്നത് വളരെ കരുതലോടുകൂടി വേണം. മറ്റ് തരത്തിലുള്ള പ്രശ്നങ്ങളില്ലാതിരിക്കാൻ വളരെ സുരക്ഷാ മുൻകരുതലുകൾ എടുത്താണ് പോലീസ് സാധാരണ ഇത്തരം നടപടികൾ ചെയ്യാറുള്ളത്. ഏതായാലും ഇന്നിപ്പോൾ അവധി ദിനമായതുകൊണ്ട് തന്നെ അതിന് കോടതിക്ക് വലിയ തിരക്കില്ല. അതുകൊണ്ട് തന്നെ അവിടെ കോടതിയിൽ വലിയ തിരക്കില്ല. അതൊരു വലിയ ഗുണകരമായിരിക്കുന്നു. പക്ഷേ പൊതുവെ അവിടുത്തെ ഒരു സാഹചര്യം എന്താണ്? വലിയ സുരക്ഷാ സംവിധാനത്തിലാണ് പോലീസ് അവിടെ ആളുകളും ഈ പ്രതിയെ എത്തിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഈ ആൾക്കൂട്ടമൊക്കെ ഇയാളെ കാണാനും അങ്ങനെയൊക്കെ ഉണ്ടോ? എന്താണ് അത് സംബന്ധിച്ചുള്ള അവിടുത്തെ ഒരു മൂഡ് എന്താണ്?
മനു സൂചിപ്പിച്ചതുപോലെ പോലീസിന് വളരെ ആശ്വാസമാണ് ഈ സാഹചര്യം. കോടതി അവധിയായതുകൊണ്ട് കോടതി കോമ്പൗണ്ടിനകത്ത് ആകെ മാധ്യമപ്രവർത്തകരും പോലീസും മാത്രമേ ഉള്ളൂ. മറ്റാൾക്കൂട്ടമോ അങ്ങനെ ആരും ഇയാളെ കാണാനോ ഒന്നുമുള്ള ആൾക്കൂട്ടത്തെ അങ്ങനെ ആരെയും ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. കനത്ത പോലീസ് ബന്ദോബസ്തിലാണ് പോലീസ് പരിസരം. നേരത്തെ തന്നെ സ്ട്രൈക്കേഴ്സും ഒക്കെ തന്നെ നേരത്തെ എത്തി. അതേപോലെ തന്നെ സായുധ പോലീസ് സംഘമൊക്കെ എത്തി കോടതി പോലീസ് ബന്ദോബസ്തിലാക്കിയിട്ടുണ്ട്. പോലീസിന്റെ വലിയ സുരക്ഷ ഇവിടെയുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇയാളെ കാണാൻ ആൾക്കൂട്ടം എത്തുകയോ അത്തരത്തിലുള്ള സാഹചര്യമൊന്നും കോടതി പരിസരത്തില്ല. കോടതി നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിരിക്കുകയാണ് ഇയാളെ. അതിനുശേഷം കസ്റ്റഡി അപേക്ഷ വളരെ പെട്ടെന്ന് തന്നെ നടപടികൾ പൂർത്തീകരിക്കും എന്നാണ് ലഭിക്കുന്ന വിവരം. 14 ദിവസത്തെ കസ്റ്റഡിയാണ് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും കോടതി അവധിയായതുകൊണ്ട് മനു സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു പ്രശ്നം ഒഴിവായി. ഇയാളെ കാണാൻ എത്തുന്ന ആൾക്കൂട്ടം അല്ലെങ്കിൽ ഇതേപോലൊരു കേസിൽ ഇത്ര കോളുകളൊക്കെ ഉണ്ടാക്കിയ ഒരു കേസിലെ പ്രതിയെ കാണാൻ സ്വാഭാവികമായിട്ടും ആളുകൾ തടിച്ചുകൂടും. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലടക്കം അങ്ങനെയുള്ള സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ കോടതി വളപ്പിൽ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളില്ല. പോലീസും മാധ്യമപ്രവർത്തകരും മാത്രമാണ് കോടതി വളപ്പിനുള്ളിലുള്ളത്. അല്പസമയത്തിനകം തന്നെ ഷാരൂഖ് സൈഫിയെ കോടതിയിൽ നിന്ന് ജഡ്ജിയുടെ ചേംബറിൽ നിന്ന് മജിസ്ട്രേറ്റിന്റെ ചേംബറിൽ നിന്ന് അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് എത്തിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കസ്റ്റഡി ഉണ്ടാവുമോ, എത്ര ദിവസം കസ്റ്റഡി അനുവദിക്കും തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും കസ്റ്റഡി അപേക്ഷയിൽ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത് 14 ദിവസത്തെ കസ്റ്റഡിയാണ്. നേരത്തെ 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഇയാളെ വിട്ടതാണ്. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തതാണ്. ജയിലിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരുന്നതാണ്. പക്ഷേ ഇന്ന് കോടതി അവധിയായിട്ട് കൂടി ഇന്ന് ഈ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ഈ കേസിന്റെ പ്രത്യേക സ്വഭാവം കണക്കിലെടുത്ത് ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ നൽകുകയായിരുന്നു. പാഴാക്കുന്ന ഓരോ നിമിഷവും ഈ തരത്തിൽ ആരെങ്കിലും ഇതിന് പിന്നിലുണ്ടെങ്കിൽ അവർ രക്ഷപ്പെടാനുള്ള സാധ്യതയൊക്കെ തന്നെ അന്വേഷണ സംഘം മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഇത്ര തിരക്ക് പിടിച്ച് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നത്. ഇയാളെ ചോദ്യം ചെയ്യാൻ വിട്ടുകിട്ടണമെന്ന ആവശ്യം ഉന്നയിക്കുന്നത്. മാത്രമല്ല ഈ കേസിൽ തെളിവുകൾ ലഭിക്കുന്ന മുറയ്ക്ക് കൂടുതൽ തെളിവുകൾ ലഭിക്കുന്ന മുറയ്ക്ക് അതേപോലെ ഇയാൾക്ക് മറ്റേതെങ്കിലും സംഘടനകളുമായി ബന്ധമുണ്ടെന്ന് വ്യക്തമാകുന്ന മുറയ്ക്ക് UAP ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്താനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെയെങ്കിൽ NIA ഉൾപ്പെടെയുള്ള ഏജൻസികൾ NIA തന്നെയായിരിക്കും. NIA കേസ് ഏറ്റെടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അങ്ങനെ പ്രത്യേക അന്വേഷണ സംഘം അതിനു മുൻപ് കേസിൽ ഒരു വഴിത്തിരിവുണ്ടാക്കാനുള്ള ശ്രമം കൂടിയാണ് നടത്തുന്നത്. വിശദമായ ചോദ്യം ചെയ്യലുണ്ടാവും. ഇന്നു മുതൽ തുടങ്ങുന്ന വിശദമായ ചോദ്യം ചെയ്യലുണ്ടാവും. തെളിവെടുപ്പുണ്ടാവും. ഇയാൾ പെട്രോൾ വാങ്ങിയെന്ന് അവകാശപ്പെടുന്ന പെട്രോൾ പമ്പിൽ ഉൾപ്പെടെ കൊണ്ടുപോയിട്ടുള്ള തെളിവെടുപ്പുണ്ടാവും. മാത്രമല്ല D1 കോച്ചിൽ, അതിപ്പോൾ കണ്ണൂരാണുള്ളത്. ഈ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന്റെ D1 കോച്ച് കണ്ണൂരിലാണ് ഇപ്പോൾ ഉള്ളത്. അത് സീൽ ചെയ്തതാണ്. അവിടെ അടക്കം കൊണ്ടുപോയിട്ടുള്ള പരിശോധനയുണ്ടാവും. മാത്രമല്ല തിരിച്ചറിയൽ പരേഡ് പോലെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അങ്ങനെ നിരവധി നടപടിക്രമങ്ങൾ ഈ കേസിൽ ബാക്കിയാണ്. ഈ രാജ്യം തന്നെ ഉറ്റുനോക്കിയ ഒരു കേസ്. ആ കേസിൽ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. അശ്വിൻ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അശ്വിൻ തുടക്കം തൊട്ട് ഈ വാർത്ത വളരെ കൃത്യമായി അതിനെ വിശകലനം ചെയ്യുകയും അതിനെ പിന്തുടരുകയും ചെയ്യുന്നതുകൊണ്ടാണ് എന്താണ് ഈ പോലീസ് ഇത് പിന്നീട് ചെയ്യാം എന്ന ആദ്യം തിങ്കളാഴ്ചത്തേക്ക് വെക്കാം എന്ന ഒരു രീതിയിൽ വരികയും പിന്നീട് അത് പെട്ടെന്ന് തന്നെ കസ്റ്റഡിയിൽ വേണം എന്ന ആ ഒരു നിലപാട് മാറ്റി. ഇത് കേസിന്റെ ഗൗരവം ആദ്യഘട്ടത്തിൽ പോലീസിനപ്പോൾ വേണ്ടത്ര മനസ്സിലായില്ല എന്നതാണോ, അതോ ഇത് വീണ്ടും വിമർശനങ്ങൾക്ക് വഴിവെച്ചേക്കാം എന്ന ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണോ പെട്ടെന്ന് ദ്രുതഗതിയിൽ പ്രത്യേകിച്ച് ഈ അവധി ദിവസങ്ങളിലൊക്കെ ഒരു മാറ്റം വേണം എന്നത് ഒരു നിലപാട് പോലീസിൽ ഉണ്ടായതിൻ്റെ ഒരു കാരണമാണ്? പ്രത്യേക അന്വേഷണ സംഘം യോഗം ചേർന്ന് അങ്ങനെ ഒരു നടപടിയിലേക്ക് നീങ്ങണമെന്നൊരു വിലയിരുത്തലിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആദ്യം അവർക്ക് എന്ത് സംഭവിച്ചു? ഒരു വീഴ്ച ആദ്യഘട്ടത്തിൽ ഉണ്ടായോ ഇത് മനസ്സിലാക്കുന്നത്? മനു, സ്വാഭാവികമായ നടപടിക്രമമാണ്. അതായത് ഓപ്പൺ കോർട്ടിൽ കസ്റ്റഡി അപേക്ഷ നൽകുക എന്നുള്ളത്. പക്ഷേ പിന്നീട് അങ്ങോട്ടേക്ക് ആ തീരുമാനത്തിൽ മാറ്റമുണ്ടാക്കിയത് എന്തൊക്കെയെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പൊതുവെ അന്വേഷണ ഉദ്യോഗസ്ഥർ കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവെക്കാറുള്ളതാണ്. പക്ഷേ പ്രത്യേകിച്ച് ഈ കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്താവാതിരിക്കാനുള്ള അതീവ ശ്രദ്ധ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം പുലർത്തുന്നുണ്ട് തുടക്കം മുതൽ തന്നെ. മറ്റൊരു പ്രശ്നമുള്ളത് ഈ കേസിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് തുടങ്ങിയ പ്രശ്നങ്ങൾ തുടക്കം മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതാണ്. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. ഇയാളെ വാഗണർ കാറിൽ കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പ്രതി 1.5 മണിക്കൂറോളം സമയം നാഷണൽ ഹൈവേയിൽ ട്രാൻസിറ്റ് ഓർഡർ വാങ്ങിയ പ്രതി 1.5 മണിക്കൂറോളം സമയം നാഷണൽ ഹൈവേയിൽ നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കേസിൽ വന്നത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് എന്നടക്കമുള്ള റിപ്പോർട്ടുകൾ തുടക്കത്തിൽ വന്നിരുന്നു. അതിനുശേഷം വളരെ സൂക്ഷിച്ചാണ് അന്വേഷണ സംഘം ഈ കേസുമായി ബന്ധപ്പെട്ട് നീങ്ങുന്നത്. പക്ഷേ എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ടാണ് നമുക്ക് ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് നൽകാനുണ്ട്. അശ്വിൻ അവിടെ തുടരേണ്ടതാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. സമാനമായ രീതിയിൽ കനത്ത സുരക്ഷാ സംവിധാനം തന്നെയാണോ ഒരുക്കിയിട്ടുള്ളത്? നേരത്തെയുള്ള ഒരു പിഴവിൽ നിന്ന് പോലീസ് പാഠം പഠിച്ചു എന്നതാണോ ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വലിയ ഗതാഗത കുരുക്കുള്ള സമയമാണ്, വൈകുന്നേര സമയമാണ്. ജോലികൾ പൂർത്തിയാക്കി ഓഫീസുകളിലടക്കം ഉദ്യോഗസ്ഥരടക്കം
പുറത്തേക്ക് പോകുന്ന സമയമാണ്. ആ വലിയ ഗതാഗത കുരുക്കിന് നടുവിലും ഇത്ര വലിയ കനത്ത സുരക്ഷാ സംവിധാനങ്ങൾക്ക് നടുവിൽ ഈ രാജ്യത്തെ ഞെട്ടിച്ച ഈ എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതിയുമായി ഇതുവഴി പോകുക എന്നത് പറയുന്നത് പോലീസിന്റെ മുമ്പിൽ വലിയൊരു ദൗത്യമാണ്. അതുകൊണ്ട് തന്നെ സൈറൺ മുഴക്കി ഈ സുരക്ഷാ സംവിധാനങ്ങളുമായി പുറകെ വരുന്ന വാഹനങ്ങൾക്ക് വേണ്ടി വഴിയൊരുക്കിയാണ് പോലീസ് സംഘം ഇപ്പോൾ ഈ ബേൽപ്പാലം കടന്ന് എയർ ക്യാമ്പിലേക്കോ പോലീസ് ക്ലബിലേക്കോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തമായ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഏതായാലും ഷാരൂഖ് സൈഫിയുമായി പോകുന്ന വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ നമ്മുടെ ക്യാമറ സംഘം ഈ വാഹന വ്യൂഹത്തെ കൃത്യമായി ഫോളോ ചെയ്യുകയാണ്. ഏതായാലും അല്പസമയത്തിനകം എവിടേക്കാകും എത്തുക എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു സ്ഥിരീകരണം ഉണ്ടാകും എന്ന് തന്നെയാണ് സൂചന. ഏതായാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ നീക്കമാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി എവിടേക്കാകും എത്തിക്കുക എന്ന കാര്യത്തിൽ മാത്രമാണ് ഒരു സംശയം ബാക്കിയാകുന്നത്. എന്തായാലും മറ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. ഉദ്യോഗസ്ഥരെ അടക്കം, അതായത് ഈ മജിസ്ട്രേറ്റ് കോടതിയിലെ നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ടാണ് പോലീസിന്റെ വാഹന വ്യൂഹം വളരെ നാടകീയമായി ഇപ്പോൾ നമുക്ക് മുമ്പിൽ പോകുന്ന ഈ ദൃശ്യങ്ങളിൽ അത് വളരെ വ്യക്തമാണ്. അതായത് പോലീസിന്റെ വാഹന വ്യൂഹം വഴി തിരിഞ്ഞ് മറ്റൊരു വഴി, ഒരുപക്ഷെ ഗതാഗത കുരുക്ക് കൂടി കണക്കിലെടുത്തുകൊണ്ടാകും എളുപ്പത്തിൽ ഈ ചോദ്യം ചെയ്യൽ അടക്കമുള്ള മറ്റ് നടപടികൾ കടക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം മറുവഴിയായി മറ്റൊരു വഴിയായിട്ട് ഈ വാഹന വ്യൂഹം ഇപ്പോൾ കടന്നു പോവുകയാണ്. ഏതാണ്ട് 6 വാഹനങ്ങളാണ് പ്രതിയുമായി പോകുന്ന പോലീസിന്റെ കവചിത വാഹനത്തെ അനുഗമിക്കുന്നത്. ഒപ്പം തന്നെ സ്ട്രൈക്കർ ഫോഴ്സും കമാൻഡോ സംഘവുമുണ്ട്. അവർക്കൊപ്പമാണ് സായുധ പോലീസ് സംഘത്തിന്റെ സാന്നിധ്യമുള്ളത്. എന്തായാലും കനത്ത സുരക്ഷാ ബന്ദോബസ്തിന്റെ നടുവിൽ കനത്ത പോലീസ് കാവലിൽ എലത്തൂർ ട്രെയിൻ വെപ്പ് കേസിലെ പ്രതിയുമായി അന്വേഷണ സംഘത്തിന്റെ വാഹന വ്യൂഹം കോഴിക്കോട് നഗര ഹൃദയത്തിലൂടെ ചോദ്യം ചെയ്യലിനായിട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുന്ന മറ്റ് തുടർ നടപടികളിലേക്ക് കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം കടക്കും എന്ന സൂചന തന്നെയാണ് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ നേതൃത്വത്തിലായിരിക്കും ഈ ചോദ്യം ചെയ്യൽ നടക്കുക. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം നേരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി ആശുപത്രി അധികൃതരുമായി ഉൾപ്പെടെ ചർച്ച നടത്തിയിരുന്നു. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്ന് അവർ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ഞാൻ ഡാനിലേക്ക് തിരിച്ചു വരാം. 11 ദിവസത്തേക്കാണ് പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ അശ്വിൻ വല്ലത്ത് നൽകും. അശ്വിൻ, എന്താണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? പ്രോസിക്യൂഷൻ എന്താണ് നമ്മളോട് വ്യക്തമാക്കുന്നത്? 11 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു എന്നുള്ള വിവരമാണ് കോടതിയിൽ നിന്ന് ലഭിക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷനോ അല്ലെങ്കിൽ അഡ്വക്കേറ്റ്സോ അന്വേഷണ ഉദ്യോഗസ്ഥരോ നമ്മളോട് പ്രതികരിക്കാൻ ഈ ഘട്ടത്തിൽ തയ്യാറായിട്ടില്ല. അത്തരത്തിലുള്ള വിവരങ്ങൾ തേടേണ്ടതുണ്ട്. ഏതായാലും കസ്റ്റഡിയിൽ നൽകി, അന്വേഷണ സംഘത്തിന് കസ്റ്റഡിയിൽ വിട്ടു നൽകിയിട്ടുണ്ട്. പക്ഷേ അത് എത്ര ദിവസത്തേക്ക് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. ആ കാര്യത്തിൽ മാത്രമാണ് ഇനി വ്യക്തത വരാനുള്ളത്. അന്വേഷണ സംഘം ആവശ്യപ്പെട്ടതുപോലെ കേസിന്റെ ഗൗരവ സ്വഭാവം പരിഗണിച്ചുകൊണ്ട് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. അസാധാരണമായ നടപടികൾ തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടാവുന്നത്. തുടക്കം മുതൽ പല കാര്യങ്ങളിലും അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. ഇന്നത്തെ കാര്യത്തിൽ ഉൾപ്പെടെ അതാണ് ഉണ്ടായിട്ടുള്ളത്. ആദ്യം ജയിലിലേക്ക് കൊണ്ടുപോകുമെന്ന് പറയുന്നു, റിമാൻഡിലാണെന്ന് പറയുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ടേക്ക് ഇന്ന് തന്നെ അവധി ദിവസമായിട്ട് കൂടി ഇന്ന് തന്നെ ഹാജരാക്കുന്നു. CJMന്റെ ചുമതലയുള്ള 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ ചേംബറിൽ ഇന്ന് ഹാജരാക്കി. അങ്ങനെ കസ്റ്റഡിയിൽ വാങ്ങിച്ച് അന്വേഷണ സംഘം കൊണ്ടുപോയിരിക്കുകയാണ്. കൊണ്ടുപോകാനുള്ള പ്രധാന സാധ്യത മാലൂർ കുന്നിലെ AR ക്യാമ്പിലേക്കാണ്. അവിടേക്കാണ് നേരത്തെ മഹാരാഷ്ട്രയിൽ നിന്ന് കൊണ്ടുവന്ന ഇയാളെ എത്തിച്ചത്. അവിടെ വെച്ചായിരുന്നു പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യലൊക്കെ തന്നെ. ആ സ്ഥലത്തിന്റെ പ്രത്യേകത, വലിയ ബന്ദോബസ്തുള്ള സ്ഥലമാണ് AR ക്യാമ്പ്. അവിടെ അങ്ങോട്ടേക്ക് മറ്റാർക്കും കടന്നു ചെല്ലാൻ കഴിയുകയില്ല. മാത്രമല്ല 2 പ്രധാന ഗേറ്റുകൾ കടന്നു മാത്രമേ ഉള്ളിലേക്ക് ചെല്ലാൻ കഴിയുകയുള്ളൂ. പോലീസ് ക്ലബിനെ അപേക്ഷിച്ച് കുറെ കൂടി സുരക്ഷിതത്വമുള്ള സ്ഥലം എന്നതുകൊണ്ട് തന്നെ മാലൂർ കുന്നിലെ AR ക്യാമ്പിലായിരിക്കും ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അങ്ങോട്ടേക്ക് തന്നെയായിരിക്കും കൊണ്ടുപോയിട്ടുണ്ടാവുക. ഇപ്പോൾ സംഘം പോയിക്കൊണ്ടിരിക്കുകയാണ്. കനത്ത പോലീസ് ബന്ദോബസ്തിലാണ് ഷാരൂഖ് സൈഫിയെ കോടതിയിൽ കൊണ്ടുവന്നതും കോടതിയിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോകുന്നു. 15 മിനിറ്റ് സമയം മാത്രമാണ് കോടതി നടപടികൾക്ക് വേണ്ടി വന്നത്. ഇന്ന് രാവിലെ മജിസ്ട്രേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി ഇയാളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടതായിരുന്നു. 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടതായിരുന്നു. 14 ദിവസത്തെ കസ്റ്റഡി തന്നെയാണ് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടത്. പക്ഷേ 11 ദിവസത്തെ കസ്റ്റഡി അനുവദിച്ചു എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അത്തരം കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും പോലീസ് കസ്റ്റഡിയിൽ പ്രതിയെ വിട്ടിരിക്കുന്നു. ഇനി ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. ഈ കേസിൽ നിരവധി കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇയാളുടെ മൊഴി അടക്കമുള്ള കാര്യങ്ങളിൽ
പരസ്പര വിരുദ്ധമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ വിഷയങ്ങളിലൊക്കെ തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. മാത്രമല്ല തെളിവെടുപ്പടക്കം നിരവധി കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇയാൾ കോഴിക്കോട് ഇറങ്ങി പെട്രോൾ വാങ്ങി എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ എവിടെ നിന്ന് പെട്രോൾ വാങ്ങി, രക്ഷപ്പെടാൻ മറ്റാരുടെയെങ്കിലും സഹായമുണ്ടായിരുന്നോ, കോച്ചിൽ എങ്ങനെ എത്തി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരണമെങ്കിൽ ഇയാളെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ചോദ്യം ചെയ്യൽ ഇന്ന് തന്നെ ആരംഭിക്കും. ഇന്ന് മാലൂർക്കുന്നിലെ എയർ ക്യാമ്പിൽ തന്നെയായിരിക്കും ചോദ്യം ചെയ്യാനുള്ള സാധ്യത. കണ്ണൂരിൽ ഈ കേസിന്റെ മേൽനോട്ട ചുമതലയുള്ള ADGP MR അജിത് കുമാറൊക്കെ ഇന്ന് കണ്ണൂരിലുണ്ടായിരുന്നു. അദ്ദേഹം ഉൾപ്പെടെ കോഴിക്കോട്ടേക്ക് എത്തും. ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് നടക്കും. ഇന്ന് നേരത്തെ മനു ചോദിച്ചതുപോലെ എന്തുകൊണ്ട് ഇത്ര പെട്ടെന്ന് കസ്റ്റഡി അപേക്ഷയിലേക്ക് അന്വേഷണ സംഘം കടന്നു എന്നതിനുള്ള ഒരു സാധ്യതയുള്ളത് ഇന്ന് മുഖ്യമന്ത്രിയുമായി അന്വേഷണ സംഘത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് കസ്റ്റഡി അപേക്ഷ നൽകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നത്. ഈ കേസിൽ അതിവേഗം ഇടപെടൽ ഉണ്ടാവേണ്ട സാഹചര്യമാണ്. അല്ലെങ്കിൽ കേസിൽ പെട്ടെന്ന് വഴിത്തിരിവുണ്ടായില്ലെങ്കിൽ അത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം നാണക്കേടാണ് തുടങ്ങിയ കാര്യങ്ങൾ, അങ്ങനെയുള്ള വിലയിരുത്തലുകൾ ഉണ്ടായിരിക്കാം. അതായിരിക്കാം ഈ റിമാൻഡ് അനുവദിക്കപ്പെട്ട ഒരു പ്രതി അല്ലെങ്കിൽ റിമാൻഡിലേക്ക് മാറ്റിയ ഒരു പ്രതിക്ക് വേണ്ടി ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാനുള്ള ഒരു കാരണം. സാധാരണഗതിയിൽ തുറന്ന കോടതിയിൽ സമർപ്പിക്കുന്ന കസ്റ്റഡി അപേക്ഷ അശ്വിന്റെ നിരീക്ഷണം വളരെ ശരിയാണെന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം നേരത്തെ തന്നെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പെട്ടെന്ന് തന്നെ പ്രതികളെ പിടികൂടണമെന്ന് DGPക്ക് നിർദ്ദേശം നൽകിയിരുന്നു. പിന്നീട് മുഖ്യമന്ത്രി ആ വിവരം വാർത്താക്കുറിപ്പിലൂടെ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. പിന്നീട് പ്രതിയെ പിടികൂടിയ ഘട്ടത്തിൽ അവരെ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ വിഷയം, പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു തീവ്രവാദ സ്വഭാവമുള്ളൊരു ആക്രമണം കേരളത്തിൽ നടന്നത് സഗൗരവം എടുക്കണമെന്നൊരു നിർദ്ദേശം പോലീസിന് നേരത്തെ തന്നെ കിട്ടിയിരുന്നു. അതിനെ തുടർന്നാണ് ആദ്യഘട്ടത്തിൽ ചില വീഴ്ചകൾ ഉണ്ടായെന്നതിനെ സംബന്ധിച്ചുള്ള പരാതികൾ വന്നതോടുകൂടി വളരെ ശക്തമായ നീക്കം ഉണ്ടാകണം എന്ന നിലപാട് മുഖ്യമന്ത്രി വളരെ സുവ്യക്തമായി തന്നെ അവതരിപ്പിക്കുകയും ചെയ്തു. ഒരുപക്ഷെ ഇന്ന് ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം, അല്ലെങ്കിൽ അശ്വിൻ സൂചിപ്പിച്ചതുപോലെ ആ കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കാം ഇത്തരത്തിൽ ഒരു ജഡ്ജിയുടെ ചേംബറിൽ തന്നെ ആ പ്രതിയെ കൊണ്ടെത്തിച്ച് അവിടെ നിന്ന് കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിൻ്റെ നിയമസാധുതകളെക്കുറിച്ച് പ്രോസിക്യൂഷനുമായി ഇന്ന് അന്വേഷണ സംഘം ചർച്ച ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ടായിരിക്കണം പെട്ടെന്ന് അത്തരത്തിൽ ഒരു നീക്കത്തിലേക്കും കടന്നിട്ടുണ്ടാകുക എന്ന് നമുക്ക് അനുമാനിക്കാം. ഡാൻ കുര്യൻ എന്നോടൊപ്പമുണ്ട്. അശ്വിൻ തുടരണം ഒരു സെക്കൻഡ്. അവിടെ വാഹനം നിന്നിരിക്കുന്നു. ഡാൻ കുര്യൻ, എന്താണ് സംഭവിച്ചത്? വാഹനം എന്തുകൊണ്ടാണ് നിന്നിരിക്കുന്നത്? ഇപ്പോൾ ട്രാഫിക് ബ്ലോക്കാണ്. ബ്ലോക്ക് അത് കഴിഞ്ഞ് ഏതാണ്ട് 10 മിനിറ്റിനകത്ത് തന്നെ മാലൂർക്കുന്നിലെ എയർ ക്യാമ്പിലേക്ക് ഈ പ്രതിയുമായി ഷാരൂഖ് സൈഫിയുമായുള്ള അന്വേഷണ സംഘത്തിന്റെ വാഹനവ്യൂഹം 10 മിനിറ്റിനുള്ളിൽ ആ ക്യാമ്പിലേക്ക് എത്തും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. അങ്ങനെയാണെങ്കിൽ അവിടെ എത്തിച്ച് അധികം വൈകാതെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യലിലേക്കായിരിക്കും ആദ്യം കടക്കുക. അതിനുശേഷമായിരിക്കും തെളിവെടുപ്പടക്കമുള്ള തുടർ നടപടികളിലേക്ക് കടക്കുക എന്ന സൂചനയാണ് ലഭിക്കുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമാണ് മനു, പോലീസിന് മാധ്യമങ്ങൾക്ക് കൃത്യമായി അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കേസിന്റെ അപ്ഡേറ്റ് മാധ്യമങ്ങളുമായി പങ്കുവെക്കുന്നതിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പിൻവലിയണമെന്ന കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന സൂചനയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ എങ്ങനെയായിരിക്കും എന്ന കാര്യത്തിലടക്കം വ്യക്തമായ മറുപടി ലഭിക്കുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അവിടെയാണ് ഈ കേസിന്റെ തുടരന്വേഷണം എങ്ങനെയായിരിക്കും എന്ന കാര്യത്തിൽ അടക്കം കൃത്യമായ ഒരു ധാരണയിലേക്ക് എത്തേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, NIA ഉദ്യോഗസ്ഥർ അടക്കം കോഴിക്കോട് ഏതാനും ദിവസങ്ങളായി ക്യാമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭീകരവിരുദ്ധ സേനയുടെ ഉദ്യോഗസ്ഥരുണ്ട്. അവർ തമ്മിൽ ആശയവിനിമയം കൃത്യമായി നടക്കുന്നുണ്ട്. അവരാണ് കേരള പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരെ കേസിന്റെ ഭീകരവാദ സേഫ്റ്റിയുടെ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തനങ്ങളിൽ ഭീകരവാദ ബന്ധം പ്രതിഫലിപ്പിക്കുന്ന കൃത്യമായ ഇടപെടലുകൾ നടന്നിട്ടുണ്ട് എന്ന കാര്യമടക്കം വ്യക്തമായി കേരള പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരെ അവർ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കേരള പോലീസിന് ഈ കേസിന്റെ അന്വേഷണവുമായി മുമ്പോട്ട് പോവുക എന്ന് പറയുന്നത് ഏറെ ശ്രമകരമാകും, ഏറെ വെല്ലുവിളി നിറഞ്ഞ ഉണ്ടാക്കുന്നതാകും. അതുകൊണ്ട് തന്നെ തുടർന്നങ്ങോട്ട് ഈ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം പ്രതിയെ തെളിവെടുപ്പ് നടത്തി ആ നടപടികൾ കൂടി പൂർത്തിയാക്കി ഒരുപക്ഷെ കേസിൽ UAPA ചുമത്തുന്ന നിർണായകമായ ഘട്ടത്തിലേക്ക് കേരള പോലീസിന്റെ അന്വേഷണ സംഘം കടന്നേക്കാം. അങ്ങനെയാണെങ്കിൽ അതിന് പിന്നാലെയായിരിക്കും ദേശീയ അന്വേഷണ ഏജൻസി ഈ കേസിന്റെ അന്വേഷണം ഏറ്റെടുക്കുന്ന ഒരു ഘട്ടം ഉണ്ടാകുക. എന്തായാലും ഇന്ന് തന്നെ ചോദ്യം ചെയ്യൽ വൈകാതെ ആരംഭിച്ചേക്കും എന്ന സൂചന തന്നെയാണ് ഉദ്യോഗസ്ഥരുടെ ഒക്കെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി അടക്കം കേസിന്റെ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ഉന്നത ഉദ്യോഗസ്ഥരുമായി കോഴിക്കോട് വിമാനത്താവളം
കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അദ്ദേഹം വളരെ ഗൗരവത്തോടെ തന്നെ കേസിന്റെ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകണമെന്നും എത്രയും പെട്ടെന്ന് ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന മുഴുവൻ പേരെയും പിടികൂടണമെന്ന നിർദ്ദേശമാണ് ക്രമസമാധാന ചുമതലയുടെ ADGP അടക്കം നൽകിയിരിക്കുന്നത് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം പങ്കുവെക്കുന്നത് ഈ NIA വളരെ സസൂക്ഷ്മം ഈ കേസ് നിരീക്ഷിക്കുന്നു എന്നതാണ്. സ്വാഭാവികമായും അത് ഉണ്ടാകേണ്ടതുമാണ്. കാരണം ഒരു തീവ്രവാദ സ്വഭാവമുള്ള അല്ലെങ്കിൽ അത്തരം ആക്ഷേപം ആദ്യഘട്ടത്തിൽ തന്നെ ഉയർന്ന ഒരു കേസ് എന്ന നിലയിൽ NIA സസൂക്ഷ്മം ഈ കേസ് നിരീക്ഷിക്കുന്നുണ്ട്. അവിടെ അവരുടെ ഉദ്യോഗസ്ഥരെത്തുന്നു, ഈ വിവരങ്ങൾ ആരായുന്നു. പക്ഷേ ഈ പ്രതിയിൽ നിന്ന് ചോദ്യം ചെയ്യലിൻ്റെ ഘട്ടത്തിൽ NIA ഉദ്യോഗസ്ഥർ വിവരങ്ങൾ തേടേണ്ടതുണ്ട്. അതിന് ഇനി ഒരു പ്രത്യേക അനുമതി കോടതിയുടെ വാങ്ങേണ്ടതുണ്ടോ? എങ്ങനെയായിരിക്കാം അവർ ഇനി ഈ ഒരു ആദ്യഘട്ടത്തിൽ തന്നെ ഈ പ്രതിയിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിയുന്നതിന് പോലീസിൻ്റെ സഹായത്തോടു കൂടി ചെയ്യുമെന്നാണോ കരുതേണ്ടത്? അതോ കോടതിയെ അവരും സമീപിക്കും എന്ന് അല്ലെങ്കിൽ അങ്ങനെ നോക്കേണ്ടതുണ്ടോ? ഇപ്പോൾ മാലൂർ ക്യാമ്പിലേക്ക് എത്തി എന്നാണ് തോന്നുന്നത് അല്ലേ ഡാൻ? എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതി ഷാറൂഖ് സേഫിയുമായുള്ള സംഘം ഇപ്പോൾ കോഴിക്കോട് മാലൂർ കുന്നിലെ ക്യാമ്പിൽ എത്തിയിരിക്കുന്നു. AR ക്യാമ്പിൽ അവിടെ ഞങ്ങളുടെ പ്രതിനിധി അനുമോദ് അവിടെയുണ്ട്. അനുമോദ്, ഈ സംഘം അവിടെ എത്തിയിരിക്കുന്നു. വലിയ സുരക്ഷാ സംവിധാനം ആണ് ഉള്ളത്. നമുക്ക് കാണാൻ കഴിയും ഈ 6ഓളം വാഹനങ്ങൾ ഈ പ്രതിയുമായി സഞ്ചരിക്കുന്ന കവചിത വാഹനത്തെ പിന്തുടരുന്നുണ്ട്. ഇതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെയുള്ളൊരു സാഹചര്യം എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം? മനു, മിന്നൽ വേഗത്തിലാണ് പോലീസിന്റെ വാഹനങ്ങൾ മാലൂർക്കുന്ന് AR ക്യാമ്പിലേക്ക് കയറിപ്പോയത്. 4 വാഹനങ്ങളിലായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ വാഹനത്തിലാണ് പ്രതിയെ ഷാറൂഖ് സേഫിയെ രണ്ടാമത്തെ വാഹനത്തിലായിരുന്നു ഷാറൂഖ് സേഫി ഉണ്ടായിരുന്നത്. വളരെ വേഗത്തിൽ കോടതിയിൽ നിന്നും വളരെ ക്ഷണനേരം കൊണ്ട് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ മാലൂർക്കുന്ന് ക്യാമ്പിലേക്ക് പ്രതിയുമായി പോലീസ് കടന്നിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ വലിയ ഒരു സുരക്ഷാ സംവിധാനം ഉണ്ട്. കാരണം ഈ ഗേറ്റിനപ്പുറത്തേക്ക് ആർക്കും തന്നെ പ്രവേശനമില്ല. പോലീസ് ഇപ്പോൾ ഈ ക്യാമ്പിൻ്റെ ഗേറ്റ് അടയ്ക്കാൻ ശ്രമിക്കുകയാണ്. അതായത് മറ്റൊരു പോലീസ് ക്ലബിനെ അപേക്ഷിച്ച് ഏറ്റവും സുരക്ഷിതമായ ഒരു സുരക്ഷിതമായ സ്ഥലമായിരിക്കും ഈ മാലൂർക്കുന്ന് ക്യാമ്പ് എന്നതുകൊണ്ട് തന്നെയാണ് പ്രതി അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ 11 ദിവസത്തെ കസ്റ്റഡിയാണ് കിട്ടിയിരിക്കുന്നത്. ചോദ്യം ചെയ്യൽ കൂടുതലും ഇവിടെ വെച്ച് തന്നെയായിരിക്കും എന്നാണ് കരുതേണ്ടത് അല്ലേ അനുമോദ്? ADGP അടക്കമുള്ള ആളുകൾ അങ്ങോട്ടേക്ക്, MR അജിത് കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങോട്ട് വന്ന് ഈ ചോദ്യം ചെയ്യലും മറ്റു തുടർ നടപടികളും ഉണ്ടാകും എന്നല്ലേ കരുതേണ്ടത്? തീർച്ചയായും ഇനിയുള്ള ദിവസങ്ങളിൽ മാലൂർക്കുന്ന് AR ക്യാമ്പ് കേന്ദ്രീകരിച്ചിട്ടായിരിക്കും പോലീസിന്റെ നടപടികൾ എല്ലാം തന്നെ ഉണ്ടാവുക. കാരണം ചോദ്യം ചെയ്യലും മറ്റ് ശാസ്ത്രീയ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ ഉള്ള ചോദ്യം ചെയ്യലും എല്ലാം തന്നെ ഇവിടെ വെച്ചായിരിക്കും ഉണ്ടാവുക. പോലീസിന്റെ ക്യാമ്പ് ഓഫീസ് ആയതുകൊണ്ട് തന്നെ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കാൻ പോലീസിന് സാധിക്കും. പോലീസിന്റെ ജില്ലാ ആസ്ഥാനമാണ് മാലൂർക്കുന്നിലുള്ളത്. അപ്പോൾ അത്തരത്തിൽ എല്ലാ സൗകര്യവുമുള്ള എന്നാൽ നഗരത്തിൽ നിന്ന് മാറി പോലീസിന്റെ നിയന്ത്രണത്തിൽ ഒരുപാട് വിസ്തൃതിയിൽ കിടക്കുന്ന ഒരു സ്ഥലത്തായതുകൊണ്ട് തന്നെ പോലീസിന് കൂടുതൽ സൗകര്യം ഇവിടെ തന്നെയാണ് ഈ പ്രതിയെ പാർപ്പിക്കുന്നതിന്. അതുകൊണ്ട് ഇവിടെ വെച്ചായിരിക്കും ഇനിയുള്ള ദിവസങ്ങളെല്ലാം തന്നെ ഉണ്ടാവുക. മാത്രമല്ല പ്രതിയെ ഇവിടെ നിന്നും മറ്റു തെളിവെടുപ്പിന് കൊണ്ടുപോവുകയാണെങ്കിൽ നഗരത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന തരത്തിലേക്കുള്ള ഒരു സാഹചര്യം ആയിരിക്കില്ല ഉണ്ടാവുക എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നഗരത്തിൽ നിന്നും പ്രതിയെ കൊണ്ടുപോകുമ്പോൾ നഗരമധ്യത്തിലൂടെ ഇന്നിപ്പോൾ നമ്മൾ കണ്ട പോലെ ഒരു വലിയ വാഹന വ്യൂഹത്തിൻ്റെ അകമ്പടിയോടെയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും കൊണ്ടുപോകാനൊന്നും എളുപ്പമായിരിക്കില്ല. പക്ഷേ ഇവിടെ നിന്നാകുമ്പോൾ പോലീസിന് അതും വളരെ സൗകര്യത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് പോലീസിനെ സംബന്ധിച്ച് മാലൂർക്കുന്ന് AR ക്യാമ്പ് എന്ന് വെച്ചാൽ ഈ ഒരു ഘട്ടത്തിൽ പ്രതിയെ ചോദ്യം ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമാണ്. ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ മറ്റ് സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. ഇവിടെ കൂടുതൽ വിസ്തൃതിയുള്ള വളരെ വിശാലമായ ഒരു വളപ്പാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പൂർണ്ണമായിട്ടും പോലീസിന് നിയന്ത്രണത്തിലാണുള്ളത്. നഗരത്തിലെ പോലെയല്ല. ഈ പ്രതിയെ ആദ്യഘട്ടത്തിൽ കോടതിയിൽ തിങ്കളാഴ്ച ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങാമെന്നൊക്കെ ഒരു നിലപാടായിരുന്നു പോലീസിനുണ്ടായിരുന്നത്. എന്നാൽ പെട്ടെന്ന് പോലീസ് ആ സ്ഥിതിയിൽ നിന്ന് മാറുന്നു. അവധി ദിവസം തന്നെ പ്രതിയെ ജഡ്ജിയുടെ മജിസ്ട്രേറ്റിൻ്റെ ചേംബറിൽ ഹാജരാക്കി പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിനുള്ള രീതിയിലേക്ക് കടക്കുന്നു. അത് പോലീസിന് വളരെ സൗകര്യപ്രദമായും, കാരണം കോടതിയിൽ വലിയ തിരക്കുണ്ടായിരുന്നില്ല. ആ ഘട്ടം പോലീസിൻ്റെ സുരക്ഷാ സംവിധാനം കാര്യക്ഷമമായി പ്രയോജനപ്പെടുത്താൻ പോലീസിന് കഴിഞ്ഞു. ഒപ്പം തന്നെ ഇനിയുള്ള ദിവസങ്ങളും അവധി ദിവസങ്ങൾ ആണ്. അപ്പോൾ ആ ദിവസങ്ങളിൽ പെട്ടെന്ന് തന്നെ തെളിവെടുപ്പിലേക്ക് കടക്കും എന്ന് അനുമാനിക്കേണ്ടതുണ്ടോ? കാരണം ഈ തെളിവെടുപ്പ് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഈ
ആളുകൾ എല്ലാം ഉള്ളൊരു സമയത്ത് ഇതുപോലെ വളരെ സെൻസേഷണലായ ഒരു കേസിലെ പ്രതിയുമായി പോലീസിന് തെളിവെടുപ്പ് ഒരല്പം ശ്രമകരമായിരിക്കുമെന്ന കാര്യത്തിൽ, എത്ര തന്നെ സുരക്ഷാ സംവിധാനം ഒരിക്കലും ശ്രമകരമായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് AR ക്യാമ്പിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ വെച്ച് പ്രതിയെ നല്ല സുരക്ഷാ സംവിധാനത്തിലേക്ക് നീങ്ങും. അപ്പോൾ ആദ്യത്തെ ഒരു പാളിച്ചയിൽ നിന്ന് പോലീസ് വലിയ തോതിൽ പാഠം പഠിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. നല്ല സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഈ അവധി ദിവസങ്ങളെ കൂടി പ്രയോജനപ്പെടുത്തി പെട്ടെന്ന് തെളിവെടുപ്പിലേക്ക് കടക്കുമെന്നാണോ കരുതേണ്ടത്, അതോ ആദ്യഘട്ടത്തിലെ ചോദ്യം ചെയ്യലിന് ശേഷം തെളിവെടുപ്പ് കുറെ കൂടെ വൈകുമെന്നാണോ കരുതേണ്ടത്? മനു, ഈ ഒരു കേസ് നമുക്കറിയാം, ഇത് കേരള പോലീസ് മാത്രം കൈകാര്യം ചെയ്യുന്ന കേസല്ല. NIA വരെ ഈ കേസിന്റെ ഭാഗമായിട്ട് അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ ഭീകരവിരുദ്ധ സ്ക്വാഡ്. അപ്പോൾ കേരള പോലീസിന് മാത്രമായിട്ട് ഇതിൽ തീരുമാനങ്ങൾ എടുക്കാനാകില്ല. മറിച്ച് കേരള പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്ന ഓരോ വീഴ്ചകളും ഭീകരവിരുദ്ധ സേനയും NIAയും ഒക്കെ തന്നെ കേരള പോലീസിനെതിരെ വലിയ വിമർശനങ്ങളായിട്ട് ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം നിലവിൽ തന്നെ ഈ കേസിന്റെ തുടക്കത്തിൽ ഈ പ്രതിയെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴുണ്ടായ ചില പ്രശ്നങ്ങൾ അത് വലിയ തോതിൽ തന്നെ കേരള പോലീസിന് തലവേദനയായ ഒരു സാഹചര്യമുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ തന്നെ വളരെ രഹസ്യമായിട്ട് വളരെ വേഗത്തിൽ കേരള പോലീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം UAPA ചുമത്തിക്കഴിഞ്ഞാൽ NIA കേസ് ഏറ്റെടുക്കാൻ അതിനു മുൻപ് കേരള പോലീസിന് ഇതൊരു പ്രധാനപ്പെട്ട വഴിത്തിരിവിലേക്ക് ഇതിന് നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നൊരു നിർബന്ധം കേരള പോലീസിന്റെ അനുമോദ് നമുക്ക് ഇതിന്റെ ബാക്കി വിശദാംശങ്ങൾ കിട്ടേണ്ടതുണ്ട്. പക്ഷേ ഒരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ട് ഞാനൊരു ഇടവേളയ്ക്ക് ശേഷം അനുമോദിലേക്ക് മടങ്ങിയെത്താം. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതി ഷാറൂഖ് സൈഫിയെ മാലൂർ കുന്നിലുള്ള AR ക്യാമ്പിൽ എത്തിച്ചിരിക്കുന്നു. അവിടെ നിന്ന് അനുമോദ് ചേരും. അനുമോദ്, ഇപ്പോഴുള്ള സാഹചര്യം എന്താണ്? അനുമോദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെളിവെടുപ്പിന് ഇന്ന് തന്നെ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ടോ? നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ പൊതു അന്തരീക്ഷം എന്താണ്? തെളിവെടുപ്പിന് ഇന്ന് തന്നെ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ടോ? അതുപോലെ മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? പ്രതി, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ മലൂർക്കുന്ന് AR ക്യാമ്പിൻ്റെ ഉള്ളിലാണുള്ളത്. നമുക്ക് അറിയാം, പോലീസിൻ്റെ കർശന സുരക്ഷയാണ് ഇവിടെയുള്ളത്. ഇതിനുള്ളിലേക്ക് ആർക്കും തന്നെ പ്രവേശനമില്ല. ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ടവർക്കും പോലീസിൻ്റെ അനുവാദത്തോടെ വരുന്നവർക്കും മാത്രമാണ് ഇതിലേക്ക് പ്രവേശനമുള്ളത്. പോലീസ് ക്ലബിനെ അപേക്ഷിച്ച് പോലീസിന് കുറേയും കൂടി കൈകാര്യം ചെയ്യാൻ ഇവിടെ സാഹചര്യങ്ങൾ എളുപ്പമാണ്. പോലീസിൻ്റെ നിയന്ത്രണത്തിലാണ് ഈ വലിയ വിസ്തൃതിയിലുള്ള ക്യാമ്പ് മുഴുവൻ. നഗരത്തിൽ നിന്നും ഇയാളെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ ഉണ്ടായിരിക്കില്ല. മാത്രമല്ല, ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഇവിടേക്ക് വരുവാനും മണിക്കൂറുകൾ ചോദ്യം ചെയ്യുവാനും അതിനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിനെ സംബന്ധിച്ച് AR ക്യാമ്പിൽ വെച്ച് ഇയാളെ ചോദ്യം ചെയ്യുക എന്നത് മറ്റ് ഇടങ്ങളേക്കാൾ സൗകര്യപ്രദമാണ്. അതുകൊണ്ടാണ് അയാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്ന് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഈ നടപടികൾ, അതായത് കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങുന്ന നടപടികളാണ് പൂർത്തിയായിട്ടുള്ളത്. 11 ദിവസത്തെ കസ്റ്റഡിയിലാണ് ഇയാളെ വിട്ടിട്ടുള്ളത്. നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട് കേവലം എലത്തൂരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഈ ഒരു കേസിൻ്റെ അന്വേഷണമെന്ന് നമുക്ക് ഇപ്പോൾ തന്നെ ഏകദേശം ഒരു വ്യക്തത വന്നിട്ടുണ്ട് ആ കാര്യത്തിൽ. അതായത് ഈ സംഭവം നടന്ന എലത്തൂരും ആ സംഭവം ഇപ്പോൾ കണ്ണൂരിലുള്ള കമ്പാർട്ട്മെൻറ്റുകളും മാത്രം പരിശോധിച്ചതുകൊണ്ട് ഈ ഒരു കേസിൻ്റെ അന്വേഷണം പൂർത്തിയാകുകയില്ല. പ്രതിക്ക് സംസ്ഥാനാന്തര ബന്ധങ്ങളുണ്ട്. പ്രതിയുടെ വേരുകൾ ഡൽഹിയിലാണ്. അപ്പോൾ വിവിധ ഇടങ്ങളിൽ കൊണ്ടുപോകേണ്ട സാഹചര്യമുണ്ടാകും. അതിന് എല്ലാം തന്നെ കണക്കാക്കിയാണ് ഇത്രയും ദിവസം പോലീസ് കസ്റ്റഡി ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചോദ്യം ചെയ്യലിന് പുറമെ സംസ്ഥാനത്ത് പുറത്തും തെളിവെടുപ്പിന് കൊണ്ടുപോകാൻ വേണ്ട ഒരു സമയം അതുകൂടി മുൻകൂട്ടി കണ്ടാണ് ഇത്രയും ദിവസത്തെ ഒരു സമയം പോലീസ് ചോദിച്ചു വാങ്ങിച്ചിരിക്കുന്നത്. അനുമോദ് അവിടെ തന്നെ തുടരുക. നമുക്ക് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ വരും ബുള്ളറ്റിനുകളിൽ നൽകേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഡാൻ കുര്യനും നമുക്കൊപ്പം ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. അശ്വിൻ വല്ലത്തും വാർത്ത ഫോളോ ചെയ്യുന്നുണ്ട്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ ഇത് സംബന്ധിച്ച് ഇനിയും നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. അല്പസമയത്തിനകം 5 മണി വാർത്തയിലേക്ക് കടക്കാം. നന്ദകുമാർ, ന്യൂസ് 18, തിരുവനന്തപുരം. BJPയിൽ ചേർന്ന അനിൽ ആന്റണിയെ അവഗണിച്ച് നീങ്ങാനാണ് KPCCയുടെ തീരുമാനം. അമിത ചർച്ച അനിലിന് അർഹിക്കാത്ത പരിഗണന നൽകുമെന്നാണ് KPCCയുടെ വിലയിരുത്തൽ. നന്ദകുമാറുണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി. നന്ദകുമാർ, ഇന്നലെ അനിൽ ആന്റണി BJPയിൽ ചേർന്നപ്പോൾ തന്നെ താൻ അച്ഛനൊപ്പമാണ് എന്ന് അറിയിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ ജയ് ഹിന്ദ് എന്ന വാക്കും കൈപ്പത്തി ചിഹ്നവും അജിത് ആന്റണി ഇട്ടിരുന്നു. ഇന്ന് പരസ്യമായി തന്നെ നിലപാട് പറഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെയാണ് അജിത് ആന്റണി പറഞ്ഞത്?
രേണുക, അനിൽ കെ ആന്റണിയുടെ BJP പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുകയായിരുന്നു അജിത് പോൾ. എന്തായാലും അജിത്തിനെ സംബന്ധിച്ചിടത്തോളം അജിത്ത് ഒരു രാഷ്ട്രീയക്കാരനല്ല, കോൺഗ്രസ് അനുഭാവിയാണെന്ന് മാത്രമാണുള്ളത്. അദ്ദേഹം ഒരു താഴെത്തട്ടിൽ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളല്ല അജിത്ത്. എന്നാലും അജിത്തിനെ സംബന്ധിച്ചിടത്തോളം, അജിത്തിന്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വേദന ഉണ്ടാക്കുന്ന വിഷയമായിരുന്നു കഴിഞ്ഞ ദിവസം അനിൽ കെ ആന്റണിയുടെ BJPയുടെ ഒരു പ്രവേശനം. അത് ഏറ്റവും ഞെട്ടിക്കുന്നതായിരുന്നു എന്നും വളരെ ദുഃഖകരമാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായത് എന്നാണ് അജിത് പോൾ ന്യൂസ് 18നോട് പങ്കുവെക്കുകയും ചെയ്തത്. ഏറ്റവും പ്രധാനം, ഇത്തരത്തിൽ BBC ഡോക്യുമെന്ററി പ്രദർശനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലായിരുന്നു ഇത് ആദ്യമായി ഈ ഒരു സംഭവം, അനിൽ കെ ആന്റണിയുടെ സംഭവം മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത്. അദ്ദേഹം അന്നെടുത്ത ഒരു നിലപാട് അത് BJP അനുകൂല നിലപാടാണെന്നും അദ്ദേഹത്തിനെതിരെ വലിയ തോതിൽ സൈബർ ബുള്ളിംഗ് അടക്കം സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ വിമർശനങ്ങളും നേരിടേണ്ടി വന്നു. അതിനുശേഷം ഇപ്പോൾ അജിത് പോൾ വെളിപ്പെടുത്തുന്നതനുസരിച്ച് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തിയെന്നും അദ്ദേഹത്തെ രൂക്ഷമായി വിമർശിക്കുകയും വളരെ തെറിയടക്കമുള്ള കാര്യങ്ങൾ, വളരെ മോശമായ കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു എന്നുമാണ് ഇപ്പോൾ അജിത് പോൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു മനോവിഷമത്തിലായിരുന്നു ഇത്രയും നാൾ അനിൽ കെ ആന്റണി നിന്നിരുന്നത്. അതിനുശേഷം ഇപ്പോൾ BJP പാളയത്തിലേക്ക് കൂടുമാറ്റം ഉണ്ടാവുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും അനിലിന്റെ ആ ഒരു BJP പ്രവേശനം BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു ആയുധമാക്കുമ്പോഴും CPM-ഉം അത് ആയുധമാക്കുകയും ചെയ്യുമ്പോൾ ഏറ്റവും ദുഃഖകരമായി നിൽക്കുന്നത് AK ആന്റണി തന്നെയാണ്. കാരണം 1994-ൽ KPCC ആസ്ഥാനത്ത് നിന്നാണ് അദ്ദേഹം ആദ്യമായിട്ട് ഒരു തോൽവി ഏറ്റുവാങ്ങുന്നത്. KPCC പ്രസിഡന്റ് പദവിയിലേക്ക് മത്സരിച്ചപ്പോൾ 1994-ൽ അദ്ദേഹം തോൽക്കുകയുണ്ടായി. അതിനുശേഷം പിന്നീട് ഒരു തോൽവി ഉണ്ടാകുന്നത് അത് മകനിലൂടെയാണ് എന്നത് തന്നെയാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളടക്കം ഇപ്പോൾ പറയുന്നത്. എന്തായാലും അജിത് പോൾ പറയുന്നതനുസരിച്ച് BBC ഡോക്യുമെന്ററി പ്രദർശനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അന്നെടുത്ത നിലപാടിൽ കോൺഗ്രസ് ചിലപ്പോൾ ചേർന്ന് നിന്നിരുന്നെങ്കിൽ, കോൺഗ്രസ് ചേർത്ത് പിടിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ ഈ ഒരു അനിലിന്റെ ഈ ഒരു BJPയിലേക്കുള്ള കൂടുമാറ്റം ഉണ്ടാവില്ലായിരുന്നു എന്നൊരു വിമർശനവും പങ്കുവയ്ക്കുന്നുണ്ട്. അതുമാത്രമല്ല BJP അദ്ദേഹത്തെ കറിവേപ്പില പോലെ വലിച്ചെറിയുമെന്നൊരു ആരോപണം അദ്ദേഹം വളരെ ദുഃഖിതരാണ് വീട്ടിലുള്ളവർ എല്ലാം എന്നും കൂടി അജിത് പോൾ പറയുന്നു. നന്ദകുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. BJPയെ അനിൽ ആന്റണിയെ കറിവേപ്പില പോലെ എടുത്തു കളയുമെന്ന് അനുജൻ അജിത് ആന്റണി. BJPയും അനിലും തമ്മിലുള്ള ധാരണ എന്താണെന്ന് അറിയില്ല, അത് കാലം തെളിയിക്കും. അനിൽ തെറ്റ് തിരുത്തി തിരിച്ചു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അജിത് ആന്റണി ന്യൂസ് 18നോട് പറഞ്ഞു. അനിൽ കെ ആന്റണിയുടെ BJP പ്രവേശനം അത് വലിയ തോതിൽ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ച ഒന്ന് തന്നെയാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ സഹോദരൻ ഇപ്പോൾ അജിത് കെ ആന്റണി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. അജിത് പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. അജിത്, എങ്ങനെയാണ് ആ ഒരു രാഷ്ട്രീയ പ്രവേശനം